مشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاء واللكام نفس الفداء اللقاب أنت ساكنه فيه العفاف وفيه الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഈ ധന്യമായ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സയ്യിദ് അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാർ, ഈ പ്രദേശത്തിൻ്റെ മഹല്ലിൻ്റെ നേതൃത്വവും കാരണവന്മാരും, ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളും സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൻ്റെ ധന്യമായ ഒരു രാത്രിയിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ മജ്ലിസ്, ആ മജ്ലിസ് 41 വർഷക്കാലമായി നമ്മുടെ ഈ നാട്ടിൽ ആദരണീയരായ ആത്മീയ ലോകത്തെ ആചാര്യരുടെ അനുവാദത്തോടുകൂടെ നിർവഹിക്കപ്പെടുന്നു. അങ്ങനെ നിർവഹിക്കപ്പെടുന്ന സ്വലാത്തിൻ്റെ ഒരു വാർഷിക സദസ്സ്, സ്വലാത്തു ചൊല്ലാനുള്ള നിർദ്ദേശം അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവിടുത്തെ അനുയായികളെ അറിയിച്ചതിന് സാക്ഷിയായ ശ്രേഷ്ഠമായ ഷഅബാൻ മാസത്തിൽ ഇതൊക്കെ ഈ സദസ്സിൻ്റെ വല്ലാത്തൊരു അനുഭൂതിയും അതിൻ്റെ ഒരു ആത്മീയമായ നിലവാരവുമാണ്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്തു തരട്ടെ. ഈ മജ്ലിസ് അങ്ങകലെ റൗദാ ഷരീഫിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന, അവിടുത്തെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കുന്ന നല്ല ഒരു മജ്ലിസാക്കി അല്ലാഹു ഇതിനെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ച് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട വിഷയത്തിലൂടെ
കുറഞ്ഞ സമയം സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സംസാരിക്കാനുള്ള യോഗ്യതയുള്ളത് കൊണ്ടല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനുള്ള യോഗ്യത എനിക്കില്ല. അതേസമയം ഏതെങ്കിലും വിധത്തിൽ അവിടുത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അവിടുത്തേക്ക് മനസ്സ് ചേർത്തു വച്ചിട്ടും അവിടുത്തേക്ക് സ്വലാത്ത് സലാമുകൾ ആവർത്തിച്ചുരുവിട്ടിട്ടും പാപിയായ എനിക്കുമൊന്ന് മോചനം ലഭിക്കുമോ എന്ന ആഗ്രഹത്തിൽ മാത്രമാണ് ഈ സദസ്സിൽ വെച്ച് സംസാരിക്കുന്നത്. എൻ്റെ കൽബ് നന്നാകണം, നമ്മുടെ എല്ലാവരുടെയും കൽബ് നന്നാകണം. ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് അസ്തമിച്ചു പോകുമ്പോൾ അത്താണി ഉണ്ടാകണം. അവിടെ കൈപിടിക്കാനുള്ള ഒരു കേന്ദ്രം വേണം. ആരാരുമില്ലാത്ത സന്ദർഭങ്ങളിൽ ആശീർവാദത്തിനൊരു തണല് വേണം. ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിനെക്കുറിച്ച്, അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. വിശ്വാസികളായ നമുക്ക് എങ്ങനെയാണ് വിശുദ്ധരായ പ്രവാചകരിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? ഒരിക്കലും സാധ്യമല്ല. സർവാദി സന്ദർഭങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത്. എൻ്റെ ഉണർവും എൻ്റെ ഉറക്കും, എൻ്റെ ചലനവും എൻ്റെ നിശ്ചലനവും, എൻ്റെ കുടുംബവും എൻ്റെ സമ്പത്തും, എൻ്റെ ജോലിയും എൻ്റെ സർവാദി സംവിധാനങ്ങളും, അതെല്ലാം എനിക്ക് ലഭിക്കാനുണ്ടായ നിദാനം അത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കേണ്ടത്. എത്ര തിരക്കു പിടിച്ച ജീവിതമാണെങ്കിലും എപ്പോഴെങ്കിലും ആ മുത്തുനബിയെ ഓർമ്മിക്കാൻ അവസരം കിട്ടുമ്പോൾ ആ അവസരത്തെ സ്നേഹപൂർവ്വം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അങ്ങകലെ റൗള ശരീഫിൽ നിന്ന് അനുയായികളായ നമ്മെ ആ തിരുനബി ശ്രദ്ധിക്കാതിരിക്കില്ല. ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും. പ്രവാചകന്മാരുടെ ജീവിതം വഫാത്തോടെ അവസാനിക്കുകയല്ല. അങ്ങനെ ചില വിവരം ഇല്ലാതെ പോയ ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. വഫാത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞത് ബിദ്അത്തിന്റെ കക്ഷികളാണ്. ജീർണിച്ച് നശിച്ചുപോയി എന്നെഴുതാനും പറയാനും മടിയില്ലാത്തവരുണ്ട്. അള്ളാഹു അവർക്കും ഹിദായത്തു നൽകട്ടെ. ആരും നശിച്ചു പോകണമെന്നല്ല മനസ്സിലുള്ള ആഗ്രഹം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകാഗ്നിയിൽ വെന്തുരുകുന്നത് ഖൽബ് കൊണ്ട് നമുക്കിഷ്ടപ്പെടാൻ കഴിയില്ല. എൻ്റെ ശരീരം ആ നരകാഗ്നിയിൽ വേവുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്തതുപോലെ ഞാൻ ജീവിക്കുന്ന കാലത്ത് എന്നോടൊപ്പം സഹജീവികളായി അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാരായി അല്ല, ഒരു പരിചയവുമില്ലെങ്കിലും ഞാൻ ജീവിക്കുന്ന കാലത്ത് ജീവിക്കുന്ന മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരായുള്ള ഒരാളും നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടരുതേ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക. അള്ളാഹു പ്രവാചകരെ കൊണ്ട് നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ ചില ആളുകൾ എന്തുകൊണ്ടോ കാര്യങ്ങളെ തിരിച്ചറിയാതെ മഹാന്മാരായ പ്രവാചകരെ കുറിച്ച് ഇകഴ്ത്തി സംസാരിച്ചു പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ വിഷയമല്ല, അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി പോകുകയല്ല. ഈ സ്വലാത്ത് വാർഷികത്തോട് അവർക്കിഷ്ടമില്ല. ഇത്തരം സ്വലാത്തിന്റെ മജ്ലിസുകളോട് അവർക്ക് താല്പര്യമില്ല. പ്രവാചകരുടെ പേരിലുള്ള നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സംഘടിപ്പിക്കുന്ന സദസ്സുകളോടും അവർക്കിഷ്ടമില്ല.
പ്രവാചകരുടെ മേൽ പറയേണ്ട സ്വലാത്ത് നിശ്ചിതമാണ് എന്ന് നിർണയിച്ച് അതിൻ്റെ അപ്പുറത്തുള്ള സ്വലാത്താവില്ല, അതിന് പ്രതിഫലം ലഭിക്കില്ല. ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വാദഗതികൾ അത്തരം ആളുകൾ പച്ചമലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ അവര് പറയുമ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിച്ചത്, ഖുർആൻ എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്? ഞാനിത് ആമുഖമായി സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ സദസ്സിന്റെ ഒരു ഗൗരവം നമ്മുടെ മനസ്സിലേക്ക് ബോധ്യപ്പെടാനാണ്. നമ്മൾ അലസമായല്ല ഈ സദസ്സിലിരിക്കേണ്ടത്, നിഷ്ക്രിയമായല്ല ഈ സദസ്സിലിരിക്കേണ്ടത്, വെറുതെ ഒരലസമായ ഒഫലത്തോടെയല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ഇരിക്കേണ്ടത് പ്രവാചകരുടെ സവിധത്തിലേക്കുള്ള ആത്മാവ് കൊണ്ടുള്ള യാത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ആ യാത്ര സാധ്യമാണോ എന്നൊരുപക്ഷെ ആലോചിക്കും. അത് സാധ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആമുഖത്തിൽ ഈ കാര്യം സൂചിപ്പിച്ചു പോയത്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. ആ ജീവിതം ഖൈറാണെങ്കിൽ എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ജീവിതം ഖൈറായതുപോലെ മരണാനന്തര ജീവിതവും നിങ്ങൾക്ക് ഖൈറു തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് പ്രവാചകർ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്, തുറദു അലയ്യ അഅ്മാലുക്കും. നിങ്ങളെ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നതാണ്. നിങ്ങളെ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നതാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. പ്രവാചകർ ശേഷം പറയുന്നുണ്ട്, ആ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടുമ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളിൽ നിന്നൊരു സുഹൃതമാണെങ്കിൽ ഹമിത്തുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഉള്ളറിഞ്ഞ് സ്തുതിക്കും. ഞാൻ അല്ലാഹുവിനെ ഉള്ളറിഞ്ഞ് സ്തുതിക്കും. നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണുന്നത് ജീവിതകാലത്ത് മാത്രമാണ് എന്നാണെങ്കിൽ ഈ കാണുമെന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു മുമ്പേ ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും എന്ന ആമുഖം പറയേണ്ടതില്ല. ജീവിതകാലത്ത് കാണുന്നുണ്ട്, അള്ളാഹു ആദരിച്ചതിന്റെ ഭാഗമായി വഫാത്തിനു ശേഷവും കാണുന്നത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഖുർആനും ആ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വസയറല്ലാഹു അമലക്കും വറസൂൽ. അള്ളാഹും അവന്റെ ദൂതരും നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണുമെന്നാണ് പറഞ്ഞു വെച്ചത്. ഒരു മുഫസ്സിറും അവിടെ വിശദീകരിച്ചില്ല. അവിടുത്തെ ഹയാത്തുകാലത്ത് മാത്രമാണ് ആ കാഴ്ച, അറിവ് എന്നത്. അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചതിനും പരിഗണിച്ചതിനും പരിധിയില്ല. എവിടെയാണ് അത് ഒരു ബോർഡർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇലാഹ് എന്ന അവസ്ഥയിലേക്ക് പ്രവാചകർ ഒരിക്കലും പോവില്ല. അബ്ദുള്ളയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, സംശയം ഇല്ല. ഇലാഹി തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും കഴിയില്ല. പൂർവകാല പ്രവാചകന്മാരിൽ ചില ആളുകളെ കുറിച്ച് അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് പറയാനോ അങ്ങനെ ആലോചിക്കാനോ നമുക്ക് പറ്റില്ല. ഉപേക്ഷിക്കണം, ഉപേക്ഷിക്കണം. ജൂത ക്രിസ്ത്യാനികൾ വാദിച്ചതുപോലെയുള്ള വാദം നിങ്ങൾ ഉപേക്ഷിക്കണം. അത് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. അവര് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വാദങ്ങളൊന്നും പറയാൻ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതേസമയം പ്രവാചകരുടെ ഔന്നിത്യം എത്രയാണ് എന്ന് പരിധി നിശ്ചയിച്ചു വെക്കാൻ നമുക്ക് പറ്റുമോ? അതും നമുക്ക് പറ്റില്ല, അതും സാധ്യമല്ല. അതുകൊണ്ടാണ് എനിക്കറിയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറൂൻ
ദൈവമാക്കാൻ എനിക്ക് പറ്റൂല. മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവര് തന്നെയാണ്. പക്ഷേ അങ്ങനെ കേവലം ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു പോകാനും എനിക്ക് സാധ്യമല്ല. ബിദ്അത്തുകാരങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. വിശ്വാസികൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് മഹാനായ മുഹമ്മദുൽ ബുസൂരി തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, അവിടുത്തെ കുറിച്ചുള്ള വിവരം, അവിടുന്ന് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്. മലക്കല്ല, ദൈവമല്ല, ജിന്നല്ല. പിന്നെ ആരാണ്? മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അവിടുത്തെ ശ്രേഷ്ഠമായ സ്ഥാനം എന്താണ്? പറയാനുള്ള വാചകമില്ല, വാക്കുകളില്ല, അവതരണശേഷിയില്ല. ഇതൊന്നുമില്ലാത്തത് കൊണ്ട് ആ വാചകം പറഞ്ഞവിടെ പൂർത്തിയാക്കാൻ കഴിയാതെ സ്റ്റക്കായി നിന്നപ്പോൾ അതേ അനുരാഗത്തിന്റെ മനസ്സോടെ മദ്ഹിന്റെ വചനങ്ങൾ ആലപിച്ചു പോകുന്ന അനുയായിയിലേക്ക് വരുന്നു സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. വന്നിട്ട് ആ ഭാഗമങ്ങ് പൂർത്തിയാക്കുകയാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അതിന്റെ അർദ്ധഭാഗം പൂർത്തിയാക്കിയത് മുത്തുനബിയാണ്. ആ വാചകം പറഞ്ഞു കൊടുത്തത് പ്രവാചകരാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നിങ്ങളെ ദൈവമാക്കണ്ട, പക്ഷേ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായ വിധാനത്തിൽ നിൽക്കുന്നത് അത് പ്രവാചകരാണ്. അതുകൊണ്ട് ആ പ്രവാചകർക്ക് പടച്ച റബ്ബ് കൊടുത്ത സ്ഥാനമാനങ്ങളെ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയില്ല, തീർപ്പ് പറയാൻ കഴിയില്ല. എവിടെ അവസാനിക്കുന്നു എന്നറിയില്ല, എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എന്നും നമുക്കറിയില്ല. ആ അറിവ് നമുക്ക് പരിമിതമാണ്. അതേസമയം അവിടുന്ന് വലിയ സ്ഥാനീയരാണ്. റബ്ബ് തആല എന്തൊക്കെയോ ഒരുപാട് ഫളലുകൾ ആ പ്രവാചകർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കൂട്ടത്തിൽ ഒന്നാണ് അവിടുത്തെ വഫാത്തിനു ശേഷവും ഇടപെടാനുള്ള കഴിവ് മുത്തുനബിക്കുണ്ടല്ലോ. ബൂസൂരി തങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകര് പറഞ്ഞത്, എൻ്റെ ജീവിതം ഖൈറാണ്, എൻ്റെ വഫാത്തും ഖൈറാണ്, നിങ്ങളെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നതാണ്. അങ്ങനെ കണ്ടാലോ, എൻ്റെ അനുയായികളിൽ നിന്ന് സുഹൃതം കണ്ടാൽ അതേ നേതാവിന് വലിയ സന്തോഷമാണ്. മുത്തുനബി വല്ലാത്ത കാരുണ്യമുള്ള നേതാവാണ്. ഈ ഉമ്മത്തൊന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന നേതാവാണ്. ഈ റാഷിദിനൊരു പോറലേൽക്കരുതെന്ന് വിചാരിക്കുന്ന നേതാവാണ്. ഞാനൊരു അപകടത്തിൽ പെടരുതെന്ന് വിചാരിക്കുന്ന നേതാവാണ്. കണ്ടില്ലേ, അവിടുത്തെ ഹദീസിന്റെ വചനങ്ങളിൽ ഉപമിച്ചത് ആളിക്കത്തുന്ന തീക്കുണ്ടമുണ്ട്, അതിൻ്റെ ഓരത്ത് ഇപ്പുറത്ത് നിൽക്കുന്നു. എന്തിനാ നിൽക്കുന്നത്? ഫറാഷികൾ ഓടിയെടുക്കുകയാണ്. ഈ പാറ്റകൾ അതിലേക്ക് തീ കാണുന്നിടത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെയുള്ള പ്രാണികളെ മുഴുവനും അതാ വഴിയിൽ തടഞ്ഞു നിർത്തുന്നു. പക്ഷേ ആ തടസ്സത്തിൽ പെടാതെ ചില പ്രാണികൾ മറികടന്നു പോയാലോ, ആ തീയിലേക്ക് ചെന്നു ചാടിയിട്ട് കരിഞ്ഞു പോകുന്നല്ലോ. ഇതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപമയെന്ന് ഹദീസിന്റെ വചനങ്ങളിൽ പറയുമ്പോൾ നമ്മെ തടഞ്ഞു നിർത്തുന്നു അപകടത്തിൽ നിന്ന്. പക്ഷേ
ചെറുപ്പക്കാരാ, പെങ്ങളെ, ആ തടസ്സങ്ങളെയും മറികടന്ന് നിങ്ങൾ അതിജയിച്ച് മറികടന്ന് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ആലോചിക്കണേ, പാറ്റകൾ വെളിച്ചം കണ്ടിട്ട് ഓടിയെടുത്തിട്ട് അവസാനം ചിറകുകൾ കരിഞ്ഞിട്ട് നശിച്ചു പോകുന്ന കാഴ്ച കാണാറില്ലേ? ആ കാഴ്ച നിങ്ങളിലും ഉണ്ടാകുമെന്ന ഓർമ്മ ഒന്ന് കൽബിൽ വെക്കണേ. അങ്ങനെ ചിന്തയുണ്ടായാൽ പ്രവാചകരുടെ തടസ്സത്തെ പരിഗണിച്ച് തിരിച്ചു നടക്കാൻ നമുക്ക് പറ്റിയാലോ, അന്യായങ്ങളിൽ നിന്ന് മാറി നിന്നാലോ, അരുതായ്മകളെ നീക്കി വെച്ചാലോ, ഹറാമുകളെ കൈയൊടിച്ചാലോ, വേണ്ടാത്തരങ്ങളിൽ നിന്ന് അതാ വിമുഖത കാണിച്ച് തിരിച്ചു നടന്നാലോ, അൽഹംദുലില്ലാഹ്, അത് വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ കൊതിക്കേണ്ടത്. ഈ സദസ്സിൽ നിങ്ങൾ കുറച്ചു സമയം ഇരുന്ന് പിരിഞ്ഞു പോകുമ്പോ മനസ്സ് മദീനയിലേക്കാണ് തരേണ്ടത്, എന്നിലേക്കല്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. 1.5 മണിക്കൂർ സമയമോ അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയമോ നിങ്ങളോട് ഞാൻ സംസാരിക്കും. എൻ്റെ ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. ആ സംസാരം നിങ്ങൾ കേൾക്കുമ്പോൾ ക്ഷമയോടെ കൽബ് മുത്തുനബിയിലേക്ക് കണക്ട് ചെയ്തു വെക്കാമോ? ഇതെപ്പോ അവസാനിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടണ്ട. അതിനാണ് ഞാൻ എൻ്റെ സമയം പറഞ്ഞത്. ആ സമയം അത്രയും ക്ഷമയോടെ ഒന്നിരുന്നാൽ, മനസ്സ് മദീനയിലേക്ക് കണക്ട് ചെയ്താൽ, ആ ഹബീബിലേക്ക് സ്വലാത്ത് സലാം ചൊല്ലിയിട്ട് ആത്മാവിനെ ഒന്ന് വിശുദ്ധമാക്കാനുള്ള ചിന്തയുണ്ടായാൽ അത് വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിലേക്ക് എത്തിപ്പെടാനാണ് ഞാൻ പറയുന്നത്. ഇതൊരു സുഹൃതത്തിന്റെ സദസ്സല്ലയോ, ഖൈറിന്റെ സദസ്സല്ലയോ, ഹബീബിന് ഇഷ്ടമുള്ള സദസ്സല്ലയോ? സംശയമില്ലല്ലോ. അത്തരം ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ ഈ ഖൈറാത്ത് കാണുന്ന സമയത്ത് റൗളാ ശരീഫിന്റെ അകത്തളത്തിൽ നിന്ന് അനുഗ്രഹീതരായ പ്രവാചകര് നമ്മെ നോക്കിയിട്ടൊരു ഹംദിന്റെ വചനം പറഞ്ഞാൽ, ഒരു സന്തോഷത്തിന്റെ പ്രതികരണം നടത്തിയാൽ, അൽഹംദുലില്ലാഹ്, സാധുവായ ഈ റാഷിദ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് വലിയ അതേ അനുഗ്രഹമാകുമല്ലോ. കേൾക്കുന്ന നിങ്ങൾക്കും അത് അനുഗ്രഹമാകുമല്ലോ. അങ്ങനെയെങ്കിൽ നമ്മളെ ഈ ഇരുത്തം യഥാർത്ഥത്തിൽ ബാപ്പലിപ്പോരത്തല്ല, ഈ മസ്ജിദിന്റെ മുറ്റത്തുമല്ല, ഈ മദ്രസയുടെ അങ്കണത്തിലുമല്ല. പിന്നെ എവിടെയാ നമ്മളുള്ളത്? നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ സാന്നിധ്യമുള്ള അതിൻ്റെ തീരത്താണുള്ളത്, അവിടുത്തെ മുന്നിലാണുള്ളത്. അങ്ങനെ ഒരു ചിന്തയോടെയാണ് ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ എപ്പോൾ പിരിയും എന്നതിനെ കുറിച്ചല്ലല്ലോ വിശ്വാസികളായ നമ്മൾ ആലോചിക്കുക. നമുക്കതിനോട് മുഷിപ്പല്ലല്ലോ തോന്നുക. ജീവിതത്തിൽ ഇത്രമേൽ നമ്മൾ കാണാൻ കൊതിക്കുന്ന നേതാവ് മറ്റൊന്നില്ല. അവിടുത്തെ ഒരു സാന്നിധ്യം അനുഭവിച്ചെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് എത്ര ആഷിക്കുകളാണ്, എത്ര മുഹിബ്ബുകളാണ്, എത്ര മാദിഹീങ്ങളാണ്, എത്ര മഹാന്മാരാണ് ജീവിതത്തെ തള്ളി നീക്കിയത്, അവിടത്തേക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിച്ചത്, സ്വലാത്ത് സലാമുകളിലായി അങ്ങനെ ജീവിച്ചു മരിച്ചുപോയ മഹത്തുക്കളുടെ ശ്രേഷ്ഠമായ പ്രൗഢമായ ജീവിതം ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനുണ്ട്. എങ്ങനെയെങ്കിലും ആ പ്രിയപ്പെട്ട പ്രവാചകനോടൊരു കണക്ഷൻ കിട്ടിയെങ്കിൽ, കണ്ടില്ലേ മഹാനായ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഒരു കണക്ഷൻ എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടാൻ എന്താണ് വേണ്ടത്? മഹാനവറുകൾ ആലോചിച്ചു. അപ്പൊ പറഞ്ഞു, അവിടുന്ന് കണ്ടെത്തി
ഞാൻ അവിടുത്തെ ശിരസ്സിനെ ആ ശിരസ് പിടിക്കാൻ യോഗ്യനല്ല, ഞാൻ അവിടുത്തെ പാദത്തെ പിടിക്കാനും യോഗ്യനല്ല, ഞാൻ അതിനൊന്നും പറ്റിയയാളല്ല. ആരാ പറയണത്? ജീവിതത്തിൽ ഒരു കറാഹത്ത് സംഭവിക്കാത്ത ശ്രേഷ്ഠരായ വ്യക്തിത്വമാണ്. ഞാൻ അവിടുത്തെ പാദം പോലും പിടിക്കാൻ പറ്റിയ ആളല്ല. അതേസമയം എനിക്ക് ആ പ്രവാചകരിലേക്ക് ഒരു കണക്ഷൻ കിട്ടണം. ആ കണക്ഷനെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവിടുത്തെ പാദത്തിൽ പതിഞ്ഞ പാദുകത്തെ എന്റെ കവിൾത്തടത്തോടൊന്ന് ചേർത്തു വെക്കാൻ പറ്റിയാലോ, എന്റെ ശിരസിലൊന്ന് വെക്കാൻ പറ്റിയാലോ. ഈ ആലോചനയാണ് മഹാനവറുകളെ കൽബിലൂടെ പോയത്. മുത്തുനബിയോടൊരാത്മബന്ധം കിട്ടുന്നതിന് വേണ്ടി ആലോചിച്ചെത്തിയതാണ്. അപ്പോഴാണ് മഹാനവറുകൾ തീരുമാനിച്ചത്, അവിടുത്തെ പാദത്തിൽ പതിഞ്ഞ നഅലിനെ കുറിച്ച് വിശേഷിപ്പിച്ച ഹദീസിന്റെ വചനങ്ങളുണ്ടല്ലോ, തിരുവചനങ്ങളുണ്ടല്ലോ, സ്വഹാബാക്കളുടെ വിശദീകരണങ്ങളുണ്ടല്ലോ, അത് മുഴുവനും ഒന്ന് ക്രോഡീകരിക്കണമെന്ന്. അങ്ങനെയുള്ള ഹദീസുകൾ ക്രോഡീകരിച്ചു, സ്വഹാബാക്കളുടെ വചനങ്ങൾ അസറുകൾ ക്രോഡീകരിച്ചു. എന്നിട്ട് ആ മുത്തുനബിയുടെ പാദുകത്തിന്റെ രൂപത്തെക്കുറിച്ച് മനസ്സിലാക്കി. ആ ഹദീസിന്റെയും അസറുകളുടെയും വരികളിൽ നിന്ന് തിരിച്ചറിഞ്ഞതിനനുസരിച്ച് ആ പാദുകത്തിന്റെ ഒരു രൂപത്തെ വരച്ചിട്ട് തന്റെ പ്രൈവറ്റ് റൂമിൽ വെച്ചിട്ട് അതിലേക്കൊരു ചരട് കോർത്തു വെച്ചിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ചരടിന്റെ ഇങ്ങേയറ്റം കവിൾത്തടത്തിനോട് ചേർത്തു വെച്ചിട്ട് ഉറക്കിലേക്ക് പോകുമ്പോൾ മഹാനവറുകൾ ആഗ്രഹിച്ചതെന്താണ്? മുത്തുനബിയെ എനിക്ക് നേരിട്ട് കണ്ടില്ല, അവിടുത്തെ കൈ പിടിക്കാൻ പറ്റിയില്ല, പാദം പിടിച്ച് ചുംബിക്കാനും എനിക്ക് പറ്റിയില്ല, ഞാൻ അതിനൊന്നും യോഗ്യനല്ല. ശരി, എന്നാൽ അവിടുത്തെ കാലിൽ പതിഞ്ഞ പാദുകത്തിന്റെ ചിത്രത്തിലേക്ക് ചരട് ബന്ധിച്ചിട്ട് അതിലേക്ക് ബന്ധിച്ച കയറിനെ, ചരടിനെ എന്റെ കവിൾത്തടത്തോട് ചേർത്തു വെച്ചിട്ട് എന്റെ ഹബീബിനോടൊരു ആത്മബന്ധം സാധിച്ചാലോ, എനിക്കൊന്ന് ഉറക്കത്തിലെ ഹബീബിനോടൊന്ന് കണക്ഷൻ കിട്ടിയാലോ. ഇങ്ങനെ ആഗ്രഹിച്ച എത്ര ആളുകളുണ്ട്, എത്ര മഹാന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടണം, മുത്തുനബിയിലേക്ക് കണക്ഷൻ കിട്ടണം. അതാഗ്രഹിച്ചിട്ടാണ് മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ഈ കാര്യം ചെയ്യുന്നത്. നിങ്ങളെ ഖൽബ് മദീനയിലുണ്ടോ? ഹബീബിലേക്ക് ആത്മാവ് കൊണ്ട് സഞ്ചരിക്കുന്നുണ്ടോ? ഈ പാവപ്പെട്ട റാഷിദ് നേരിട്ടു കടന്നു ചെല്ലാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല, ഞാൻ അതിന് പറ്റിയവനല്ല. നമുക്കും അങ്ങനെ യോഗ്യത പറയാനുള്ള അവകാശമില്ല. എങ്കിൽ യോഗ്യരായ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് അവരെ മെല്ലെ മുന്നിൽ നിർത്തിയിട്ട് അവരെ പിന്നാലെ നമ്മളുമൊന്ന് നടന്നു നോക്കിയാലോ, ചെന്ന് നോക്കിയാലോ, അതേ ഹബീബിലേക്കൊന്ന് ചേരാൻ ശ്രമിച്ചാലോ, അവിടുന്ന് നമ്മെ വെറുതെയാക്കൂല, കൈയൊഴിക്കൂല. അവിടത്തേക്ക് ചെന്നു പറയുന്ന അപേക്ഷകളെ നിരസിക്കുന്നവരല്ല. സായിലോ ദാമൻ സഖീഖാതാമലോ കുച്ച് ന കുച്ച് നാം ഹോഹി ജായേഗാ. അഹമ്മദ് റസാ ഖാൻ ബറേലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പാടിവച്ച വരിയാണത്. അപേക്ഷിക്കുന്നവനെ, യാചിക്കുന്നവനെ, ചോദിക്കുന്നവനെ, നീ വരൂ മദീനയുടെ ഇടവഴിയിലേക്ക്. അവിടെ ആരുണ്ട്? ആ മദീനയിലെ രാജകുമാരൻ, അനുഗ്രഹീതരായ പ്രവാചകർ. അവരോട് ഒന്ന് ചോദിച്ചാലും കുച്ചിനെ കുച്ച് എന്നാ മോഹി ജായേഗ, എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിന്റെ തുമ്പ് നമുക്ക് കിട്ടാതിരിക്കൂല, അതിന്റെ എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് ലഭിക്കാതിരിക്കൂല. അതുകൊണ്ട് മദീനയുടെ ഇടവഴിയിലേക്ക് മനസ്സിനെ ചേർത്തു വെച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മബന്ധം സ്ഥാപിച്ച് ആവലാദികൾ പറഞ്ഞോളൂ.
നഹീം സുൻതാഹി നഹീം മാങ്കിനെ വാലേ തരാ. നോ എന്ന് പറയുന്ന പ്രകൃതമാ ഔദാര്യത്തിന്റെ നിറകുടമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അതുകൊണ്ട് പ്രതീക്ഷയോടെ ചെല്ലാൻ പറ്റുന്ന ഇടമാണ് വിശുദ്ധമായ മദീന. അവിടത്തേക്ക് സ്വലാത്ത് സ്വലാം ചൊല്ലിയിട്ട് ആ അനുഗ്രഹീതമായ ഭൂമിയിലേക്ക് പാപഭാരമുള്ള ആത്മാവിനെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ മനസ്സാന്തരങ്ങളിലെ സർവാദി സങ്കടങ്ങളും ഈ സദസ്സിൽ നിന്ന് പറയണ്ടയോ മുഹിബ്ബുകളെ, മുഅ്മിനീങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ? അങ്ങനെ പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ചതെങ്കിൽ നിങ്ങളാ കൽബ്, നിങ്ങളെ മനസ്സ്, ആത്മാവ് ഹബീബിൽ നിന്ന് വേർപിരിയാതെ അവിടത്തേക്കു തന്നെ കണക്ഷനിലായി ഉന്മേഷത്തോടെ ഒന്നിരിക്കൂ. മഹാന്മാരാ പ്രവാചകരോട് എങ്ങനെയെങ്കിലും ഒരു ബന്ധം കിട്ടണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെ പതിവെന്താണ്? മദീനയിലല്ല താമസം, മദീനക്ക് പുറത്താണ്. എവിടെയായാലും ഞാൻ ജീവിക്കുന്ന നാട്ടിലെ മണൽത്തരിക്ക് അതിൻ്റെ അപ്പുറത്തെ മണൽത്തരിയോട് കണക്ഷനുണ്ട്. ആ കണക്ഷൻ മദീന എന്ന നാടിൻ്റെ മണൽത്തരിയോട് കണക്ഷനുണ്ട്. മദീനയുടെ ബോർഡറിലെ മണൽത്തരിയോട് കണക്ഷൻ ഉണ്ടാകുമ്പോൾ ഹുജറത്തു ശരീഫയിൽ അന്തിയുറങ്ങുന്ന ലോകത്തിൻ്റെ നേതാവിൻ്റെ തിരുശരീരം ചേർന്നു നിൽക്കുന്ന ശ്രേഷ്ഠമായ മണൽത്തരിയോട് അതേ ഒരു കണക്ഷൻ ഈ മണൽത്തരിക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എൻ്റെ നാട്ടിലുള്ള മണൽത്തരിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ആ മണൽത്തരി ഒന്ന് ചുംബിച്ചിട്ട് മദീനയിലേക്ക് സലാം പറഞ്ഞേക്കുന്ന പതിവ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിൽ നമ്മൾ കാണുമ്പോ ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ആത്മബന്ധം സ്ഥാപിക്കാനുള്ള വല്ലാത്ത ശ്രമമാണ് നമ്മൾ കാണുന്നത്. ഈ സദസ്സിൽ വെച്ചും നമ്മൾ ആ ഒരു ശ്രമം തന്നെയാണ് നിർവഹിക്കുന്നത്. നമ്മുടെ സുഹൃതങ്ങൾ കാണുമ്പോൾ ഹംദ് ചെയ്യുന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി പാപിയായ എന്നിൽ നിന്നൊരു വേണ്ടാത്തരം കണ്ടാലോ, ഇനി നമ്മളിൽ നിന്ന് എൻ്റെ ചെറുപ്പക്കാരെ, പങ്ങന്മാരെ, നമ്മൾ ചിലപ്പോൾ അറിയാതെ ഹറാമിൽ പെട്ടുപോയിട്ടുണ്ടാവും. വിചാരിച്ചിട്ടല്ല, കമ്പനി കൂടിയപ്പോൾ അങ്ങനെ സംഭവിച്ചതാ. ചില ആളുകളെ സമ്മർദ്ദപ്പെടുത്തിയപ്പോൾ അങ്ങനെ നിന്നുപോയതാണ്. ഒരു കമ്പനിയായി യാത്ര ചെയ്യുന്ന സമയത്ത് അതിന്ന് രുചിച്ചു പോയതാണ്. എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ അവളോടൊന്ന് സംസാരിച്ചു പോയതാണ്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങള് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പറയാനുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓർമ്മിക്കുമ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ആയില്ലേ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് തിരിച്ചു നടക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പിഴവ് സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണുമ്പോൾ അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ അറിയാതെ സംഭവിച്ചു പോയ അനുയായിക്ക് വേണ്ടി ഫസ്തഗ്ഫർതു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫസ്തഗ്ഫർതു ലഹു, ഞാൻ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, ഞാൻ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്തിഗ്ഫാർ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. റമളാൻ പടിവാതിക്കലെത്തി നിൽക്കുമ്പോ ശ്രേഷ്ഠമായൊരു മാസത്തെ വിശുദ്ധമായ ഒരു മനസ്സുകൊണ്ട് സ്വീകരിക്കണമെന്ന് കൊതിക്കുന്ന സഹോദരങ്ങളെ, വിശ്വാസികളെ,
കറപുരണ്ട കൽബൊന്ന് വൃത്തിയാകണോ, ഇതൊന്ന് സ്ഫുടം ചെയ്യപ്പെടണോ, അതൊന്ന് നന്നായി വരണോ, അത് റമളാനാകാൻ നിങ്ങൾ കാത്തു നിൽക്കണ്ട. അതിനു മുമ്പ് തന്നെ കറപുരണ്ട കൽബിനെ കടുക് വൃത്തിയാക്കാനാണ് റജബ് വന്നുപോയത്, ശഅബാൻ വന്നുപോയത്. ആ ശഅബാനിൽ ഹബീബിലേക്കാണ് ചേരേണ്ടത്. ശഅബാനു ശഹരി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ചേർന്നാലോ ഈ കറപുരണ്ട കൽബ് വൃത്തിയാകുമെന്നാണ്. അങ്ങനെ വൃത്തിയാകാൻ ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഹറാം ചെയ്തു പോയി എന്നതുകൊണ്ട് നിങ്ങളെ വെറുക്കുകയല്ല, നിങ്ങളോട് വിരോധമല്ല. അങ്ങനെ എങ്ങനെ വെറുക്കാൻ കഴിയും? നിങ്ങളും മുത്തുനബിയുടെ ഉമ്മത്തിലെ അംഗമല്ലയോ? ആ അംഗത്തെ വെറുത്ത് അയാള് നശിക്കട്ടെ എന്ന് പറയാൻ എനിക്ക് കഴിയുമോ? നമുക്ക് കഴിയുമോ? ഇല്ല. പിന്നെയോ നമുക്ക് കഴിയുന്നതെന്താണ്? പെട്ടുപോയ ആ മോനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ, ആരുടെയോ വലയിൽപ്പെട്ട് അന്യായമായ ബന്ധങ്ങളിലേക്ക് ചാടിപ്പോയ പെങ്ങളൊന്ന് തിരിച്ചു നടന്നെങ്കിൽ, ഒന്ന് മാറി വന്നെങ്കിൽ ഹബീബന് അതൊരു സന്തോഷമാവുമല്ലോ, അവരുടെ ജീവിതവും രക്ഷപ്പെടുമല്ലോ. ഇതല്ലേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റൂ. ആ ആഗ്രഹം, ആത്മാർത്ഥമായ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു സ്നേഹാതുരമായ മനോതലങ്ങളെ വായിച്ചെടുക്കണം എൻ്റെ ചെറുപ്പക്കാരാ, തിരിച്ചറിയണം എൻ്റെ പെങ്ങളെ. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഉപദേശത്തെ ഒന്ന് കേട്ടാൽ, നിങ്ങളെ കൽബിൽ ഈ ഉപദേശം ഒന്ന് കടന്ന ആലോചനയിൽ ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള തീരുമാനമെടുത്താൽ, ആ തീരുമാനം നിങ്ങളെ കൽബിലുണ്ടോ എങ്കിൽ വരൂ. ولو أنهم من ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. നിരാശപ്പെടണ്ട. നിങ്ങളെ ശരീരത്തോട് നിങ്ങൾ അക്രമം ചെയ്തു പോയെങ്കിൽ, വലൗ അന്നഹും ളമു അൻഫുസഹും, നിങ്ങളെ ശരീരത്തോട് നിങ്ങളെങ്ങാനും അക്രമം ചെയ്തു പോയെങ്കിൽ, ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നിങ്ങൾ ചെല്ലണം. ആരിലേക്ക് ചെല്ലണം? അല്ലാഹുവിലേക്കാണ് ആത്യന്തികമായി മഗ്ഫിറത്ത് കിട്ടാൻ നമ്മൾ മടങ്ങേണ്ടത്. റബ്ബാണ് മഗ്ഫിറത്ത് തരേണ്ടത്. ഒരു നബിക്കും മഗ്ഫിറത്ത് തരാൻ കഴിയില്ല, ഒരു വലിയനും മഗ്ഫിറത്ത് തരാൻ കഴിയില്ല. പക്ഷേ ആ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിനു സബബാകാൻ, വഴിയൊരുക്കാൻ, വഴി തുറക്കാൻ അത് മഹാന്മാർക്ക് കഴിയുമല്ലോ, പ്രവാചകന്മാർക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് റബ്ബിലേക്ക് നിങ്ങൾ ചെല്ലുന്നതോടൊപ്പം മുത്തുനബിയിലേക്ക്, അള്ളാന്റെ തിരുദൂതരിലേക്ക് കൂടെ നിങ്ങളൊന്ന് നടക്കൂ, നിങ്ങളൊന്ന് ചെല്ലൂ. റബ്ബിനോട് നിങ്ങൾ മഗ്ഫിറത്ത് ചോദിക്കുന്നതോടൊപ്പം മുത്തുനബിയോടും ഒന്ന് പറയൂ, റബ്ബിലേക്ക് എനിക്ക് വേണ്ടി ഒരു ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവിടുത്തെ മുന്നിൽ നിർത്തിയൊന്ന് പറയൂ. പറഞ്ഞാലോ അത് ശിർക്കാകുമെന്നല്ല, അത് കുഫ്റാകുമെന്നല്ല. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിനെ എത്തിക്കാൻ പറ്റും. തവ്വാബൻ റഹീമ, വല്ലാതെ തൗബ സ്വീകരിക്കുന്നവനായിട്ട്, വല്ലാത്ത കാരുണ്യവാനായിട്ട് റബ്ബിനെ നിങ്ങൾക്ക് എത്തിക്കും. കാരണം ആ ഹബീബിലേക്ക് ചെന്നാൽ മുത്തുനബി പറഞ്ഞു, അരുതായ്മകൾ കണ്ടാൽ ഫസ്തഗ്ഫർതു ലഹു, ഞാൻ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബിലേക്ക് പ്രവാചകരൊരു കാര്യം ബോധിപ്പിച്ചാൽ, ആവശ്യമുന്നയിച്ചാൽ, ആ ആവശ്യത്തെ റബ്ബ് തആല തട്ടൂല, അല്ല വെറുതെയാക്കൂല. അവിടുന്ന് ചോദിച്ചതെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ.
ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോ മനസ്സിന്റെ ആഗ്രഹം എന്താണ്? ജനിച്ചു വീണ മക്കയുടെ മടിത്തട്ടിൽ, അതേ ലോകത്തിന്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ ആദ്യകാലത്തു തന്നെ നിർമ്മിക്കപ്പെട്ട കഅബാലയമുണ്ട് അവിടെ. ആ കഅബാലയത്തിന്റെ കഅബയായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ കഅബയെ കഅബയാക്കിയത്. കഅബ അവിടെ ഉണ്ടായത്, കഅബയിലേക്കുള്ള തിരിഞ്ഞു നിർത്തമുണ്ടായത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം, എൻ്റെ കഅബയിലേക്കൊന്ന് തിരിഞ്ഞു നിസ്കരിക്കണം. ആ ആഗ്രഹം ഹബീബിന്റെ മനസ്സിലുണ്ട്. ആ ആഗ്രഹം പേറി നടക്കുമ്പോഴാണ്. എന്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ നേരത്തെ അങ്ങനെ തിരിഞ്ഞു നിസ്കരിച്ചു? ആദ്യം തന്നെ ഇവിടേക്ക് തിരിച്ചാ പോരായിരുന്നോ? അതൊരു ദഅവത്തിന്റെ ഭാഗമാണ്. ജൂത ക്രിസ്ത്യാനികൾ പരിശുദ്ധമായി കാണുന്ന ഗേഹം അത് ബൈത്തുൽ മുഖദ്ദസ് ആണ്, ഖുദ്സ. അതുകൊണ്ട് അവർ കൂടെ ഇസ്ലാമിലേക്കൊന്ന് ആകർഷണീയമാകണം. അവിടെ മനസ്സുകൂടെ ഈ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് വരണം. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. എന്നാൽ ഹബീബിന്റെ അന്തരാളങ്ങളിലെ ആഗ്രഹത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ചറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ. ഓ നബിയെ, അങ്ങയുടെ ഇഷ്ടം ഈ നിസ്കരിക്കുന്ന ഖിബ്ല അല്ലാന്ന് അറിയാം, ബൈത്തുൽ മുഖദ്ദസ് അല്ലാന്ന് അറിയാം. അതുകൊണ്ട് ഇനി മുതൽ അങ്ങൊരു കാര്യം ചെയ്തോളൂ, അങ്ങ് തൃപ്തിപ്പെടുന്ന കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചോളൂ. നിസ്കാരം നിർവഹിക്കുന്നതിന്റെ ഇടയ്ക്ക് സൃഷ്ടാവ് സന്തോഷം അറിയിച്ചപ്പോ അതേ നിസ്കാരത്തിൽ അങ്ങ് തിരിഞ്ഞു നിന്നപ്പോഴാണ് അതിന് സാക്ഷ്യം വഹിച്ച മസ്ജിദുൽ ഖിബ്ലതൈൻ. ഇന്നും പോയാൽ നമുക്ക് കാണാവുന്ന പള്ളിയാണ് ശ്രേഷ്ഠമായ പള്ളി. ഹബീബിന്റെ ആഗ്രഹങ്ങള് അങ്ങനെ സാധിച്ചു കൊടുക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ഒരു താല്പര്യം. ആ ഹബീബിനോടുള്ള വല്ലാത്ത ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നതുകൂടെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇത് വല്ലാത്തൊരാദരവാണ്, റബ്ബിന്റെ സ്നേഹപ്രകടനമാണ്, അതുല്യമായ ആദരവാണ്, മറ്റാർക്കും ലഭിക്കാത്ത ശ്രേഷ്ഠമായ ഒരു സ്ഥാനം കൊടുക്കലാണ്. എന്തേ ആ വാചകത്തിൽ സൂചിപ്പിച്ചത്? സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല സംഭാവന ആ ബക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് എല്ലാ സഹോദരിമാരോടും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിപാടി വിജയിക്കണം. ഈ നാട്ടിലൊരു പള്ളി പണി ഇങ്ങനെ പൂർത്തിയായി വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഭവനം, ആ ഭവനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും നമ്മളെല്ലാവരും സഹായിക്കുന്നവരാണ്. നിങ്ങളൊക്കെ നല്ലോണം സഹായിച്ചാൽ അതിന്റെ ഒക്കെ ഒരു ഗുണം കൊണ്ട് ആ ഗേഹം പൂർത്തിയാകും. അള്ളാഹു നമുക്ക് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ. ഞാൻ അതിലേക്ക് പോവല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ച വലിയ ആദരവാണ് ഈ ഒരു സൂക്തം എന്ന് പറയുന്നത്. അബുൽ ബശർ ആദം അലൈഹിസ്സലാം, അവിടുത്തെ അല്ലാഹു ആദരിച്ചു. എങ്ങനെ ആദരിച്ചത്? ഇൽമിനെ ആദരിക്കുക എന്ന അർത്ഥത്തിൽ അല്ലാഹു മലായിക്കത്തുകളോട് പറഞ്ഞു, ഓ മലായിക്കത്തുകളെ, സുജൂദി ആദം, നിങ്ങൾ ആദം നബിക്ക് സുജൂദ് ചെയ്യണം. ആദരവിന്റെ ഭാഗമായുള്ള ഒരു അഭിവാദ്യം അർപ്പിക്കണം. ആ ഒരു സുജൂദിന് നിർദ്ദേശിച്ചു. അങ്ങനെ എല്ലാ മലായിക്കത്തുകളും ആ സുജൂദിന് സന്നദ്ധമായി. അതേസമയം ലഅനത്താക്കപ്പെട്ട പിശാചോ അബാവസ്തക്ബറ, അവൻ കിബർ കാണിച്ചു. കിബർ കാണിച്ചപ്പോൾ വകാന മിനൽ കാഫിരീൻ, അവൻ സത്യനിഷേധത്തിലേക്ക് പോയി, റബ്ബിന്റെ ദേഷ്യം സമ്പാദിച്ചു പോയി. എന്നാൽ നിങ്ങൾ നോക്കൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ വലിയൊരു ആദരവ് അവരുടെ മുന്നിൽ സർവ്വ മലായിക്കത്തുകളോടും സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു എന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുപോലെ ഒരു ആദരവ് കിട്ടിയിട്ടുണ്ടോ?
ഈ മലായിക്കത്തുകൾ മുഴുവൻ ഈ അർത്ഥത്തില് സാഷ്ടാംഗം ചെയ്യുന്നത് പോലെ ഒരാദരവ് കിട്ടിയിട്ടുണ്ടോ? അവിടത്തെക്കാൾ ആദരവുണ്ടാകേണ്ടത് ഹബീബിനാണ്. അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പോലും ആദരവ് എന്തിന്റെ കാരണത്തിലാണ്? അത് മുത്തുനബി സബബായിട്ടാണ്. ഹബീബിന്റെ നുതുഫത്തിനെ പേറാനുള്ള മഹാഭാഗ്യമുള്ളത് കൊണ്ടാണ്. മനുഷ്യകുലത്തിനെ തന്നെ വലഖദ് കറംനാ ബനി ആദം, ഈ മനുഷ്യകുലത്തെ തന്നെ അല്ലാഹ് ആദരിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ്. ഈ മനുഷ്യൻ എന്ന വിഭാഗത്തിലാണ് മുത്തുനബിയെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യകുലത്തിന് അല്ലാഹു ആദരവ് കൊടുത്തു. ആ ആദരവിന്റെ വിശദീകരണത്തിൽ നമ്പർ 1 കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വരെ ഈ നിലക്ക് ആദരവ് കിട്ടിയപ്പോൾ അതിന് മറികടക്കുന്ന ഒരു ആദരവ് മുത്തുനബിക്കുണ്ടോ? നഅം, ഉണ്ട്. ആ ആദരവ് എന്താണ്? ആ ആദരവാണ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദരിക്കാൻ വേണ്ടി പറഞ്ഞത് പടച്ചോൻ എന്താണ്? മലായികത്തുകളോട് ആദരവ് കാണിക്കാനാ പറഞ്ഞത്. അല്ലാഹു അവിടെ മാറി നിൽക്കുകയാണ്. റബ്ബ് തആല അവിടെ മാറി നിൽക്കുകയാണ്. അല്ലാഹു ആദരവിൽ പങ്കുചേർന്നിട്ടില്ല. എന്നാൽ അവന്റെ ഹബീബിനെ ആദരിക്കുന്നിടത്തും ആ ഹബീബിന്റെ മഹത്വം പറയുന്നിടത്തും ആ ഹബീബിന് വലിയ സ്ഥാനം കൽപ്പിക്കുന്നിടത്തും മലായികത്തുകൾ മാത്രമല്ല പങ്കുചേർന്നത്. ഇന്നല്ലാഹ വ മലായിക, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലായികത്തുകളും യുസല്ലൂന അലൻ നബിയ്യ്, അതേ തിരുദൂതരുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു, മദ്ഹ് പറയുന്നു, പ്രകീർത്തനം നടത്തുന്നു. ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹ് ഉണ്ടായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കാൻ അല്ലാഹു കൂടെ ആദരവിൽ പങ്കുചേരുന്നതാണ് ഈ വാചകത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ആദം നബിക്ക് ഒരൊറ്റ വട്ടം സുജൂദ് ചെയ്തിട്ട് മലായികത്തുകൾ അവസാനിപ്പിച്ചു കളഞ്ഞു. മുത്തുനബിയുടെ മേലുള്ള ആദരവ് അങ്ങനെ അവസാനിപ്പിക്കുന്നില്ല. ഇന്നല്ലാഹ വ മലായികത, ആ വാചകം അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം. അതൊരു ജുംലത്തുൻ ഇസ്മിയയാണ്, ഇസ്മിയായ ജുംലയാണ്. ആ ഇസ്മിയായ ജുംലക്ക് ശേഷം മുളാരിയായ പ്രയോഗമാണ് വരുന്നത്. അതേ ഇസ്മിയായ ജുംലക്ക് ശേഷം മുളാരിയായ ഫീൽ വന്നാൽ ആ വാചകത്തിന്റെ അർത്ഥം എന്താണ്? അത്തജദ്ദുദു വൽ ഇസ്തിംറാർ. ആ വാചകത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ യുസല്ലൂൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പുകഴ്ത്തിയ പുകഴ്ത്തലല്ല, പിന്നെയുള്ളത് തജ്ദീദാണ്, പുതിയത്. ആ ഒരു പ്രകീർത്തനം ഇങ്ങനെ പുതുതായി ആ പ്രകീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകീർത്തനം ഒരു തവണ പുതിയത് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. അൽ ഇസ്തിംറാർ, ആ വാചകത്തിന്റെ ഘടനയിൽ ലഭിക്കുന്ന അർത്ഥമാണത്. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒറ്റത്തവണയല്ല, ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ മാത്രമല്ല, നിരന്തരം അത് സംഭവിക്കുന്നു. നിരന്തരം സംഭവിക്കുന്നതോ ആവർത്തനങ്ങളല്ല, അത് പുതിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലാഹു അവന്റെ ഹബീബിന് കൊടുത്തത് എന്തൊക്കെയാണെന്ന് അറിയില്ല, പറയാനും കഴിയില്ല, അതിന് നിശ്ചയിക്കാനും പറ്റില്ല. അത്രയും വിശാലമാണ് ആദരവിന്റെ ലോകം. കണ്ടോ, സർവപ്രവാചകരിൽ നിന്നും ആദരിക്കുന്നു, ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നു. അല്ലാഹുവും അവന്റെ മലായികത്തുകളും പ്രശംസയിൽ പങ്കുചേരുന്നു. അതെപ്പോഴും പുതുമയുള്ളതാകുന്നു, അത് നിരന്തരം സംഭവിക്കുന്നു, ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ സംഭവിക്കുന്നതാണ്. അങ്ങനെ ലോകത്തിന്റെ നേതാവിനെ പടച്ച റബ്ബു തന്നെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ, മഹത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഹബീബിനെ കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ ഞാനും നിങ്ങളും എത്ര പ്രശംസിക്കേണ്ടതുണ്ട്, എത്ര സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്, എത്രമാത്രം അവിടുത്തോട് ആത്മബന്ധം കാണിക്കേണ്ടതുണ്ട്.
ഈ വചനം നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളെ സ്വലാത്ത് ചൊല്ലണം, നിങ്ങളെ സലാം ചൊല്ലണം, മുത്തുനബിയിലേക്ക് സ്വലാത്ത് ചൊല്ലണം. ഈ സൂക്തം തന്നെ വിശദീകരിക്കാൻ മണിക്കൂറുകൾ ആവശ്യമാണ്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി പറയട്ടെ, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ, അലൻ നബിയ്യ എന്നാ പറഞ്ഞത്, അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞില്ല. നബി എന്ന പ്രയോഗം നടത്തി. പടച്ച റബ്ബിന് ഇഷ്ടം എന്താണ്? മുത്തുനബിയുടെ പേര് പറയാനല്ല, ഹബീബിന്റെ പേര് പറയാനല്ല, അവിടുത്തെ വിശേഷണങ്ങൾ പറയാനാണ് റബ്ബിന് ഇഷ്ടം. അതൊരാദരവാണ്. അതിന്റെ തെളിവ് വേണോ നിങ്ങൾക്ക്? ഖുർആൻ മറിക്കൂ നിങ്ങള്. സൂറത്തുൽ ഫാത്തിഹ മുതൽ നിങ്ങൾ നോക്കൂ, സൂറത്തുൻ നാസ് വരെ പരിശോധിക്കൂ. പരിശോധിച്ചാൽ ഖുർആനിൽ എവിടെയെങ്കിലും യാ മുഹമ്മദ് എന്ന് വിളിച്ചത് കാണാൻ കഴിയുമോ? കാണൂല. യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദം നബിയെ നേരിട്ട് പേരെടുത്ത് സംബോധനം ചെയ്തു കാണാം. യാ നൂഹ് എന്ന് വിളിച്ചതു കാണാം. യാ ഇദ്രീസ് എന്ന് വിളിച്ചതു കാണാം. യാ ദാവൂദ് എന്ന് വിളിച്ചത് കാണാം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ എന്ന് വിളിച്ചതു കാണാം. യാ ഇബ്രാഹിം എന്ന് വിളിച്ചതു കാണാം. യാ മൂസ എന്ന് വിളിച്ചതു കാണാം. യാ ഈസാ എന്ന് വിളിച്ചതു കാണാം. ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തിട്ട് ഡയറക്റ്റ് തന്നെ അള്ളാഹു വിളിച്ചത് സംബോധനം ചെയ്തതു കാണാമല്ലോ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഖുർആനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് യാ മുഹമ്മദ് എന്ന് വിളിച്ചത്, മുത്തുനബിയുടെ പേര് വിളിച്ച് സംബോധനം ചെയ്തത് കാണുമോ? ഇല്ല, ഇല്ല. ഇനി നിങ്ങൾ ഖുർആൻ ഓതുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളൂ, എവിടെയും കാണൂല. അതേസമയം ഖുർആനിൽ മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അത് സംബോധനത്തിന്റെ രീതിയിലല്ല. ഒരു ഉദാഹരണം പറയാം. മുഹമ്മദുർ റസൂലുള്ളാഹി അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, അവിടെ പേര് പറയൽ അനിവാര്യമാണെന്ന് ആ വാചകത്തിന്റെ ഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കും പോകുന്നില്ല. ഓ മുഅ്മിനീങ്ങളെ, അവിടെ യാ മുഹമ്മദ് എന്നല്ല റസൂലുള്ളാഹിനെ ഒന്ന് വിശദീകരിച്ചതാണ്. എവിടെയും ആ പേരെടുത്ത് സംബോധനം ചെയ്തിട്ടില്ല. റബ്ബിനെ സംബോധനം ചെയ്യാൻ ആരെങ്കിലും തടസ്സം നിൽക്കുമോ? ആരെങ്കിലും ചോദ്യം ചെയ്യുമോ? മോശമായെന്ന് പറയുമോ? ഇല്ലല്ലോ. മാലിക്കുൽ മുലൂക്കല്ലേ, സർവാധികാരിയല്ലേ. മുത്തുനബി അവന്റെ അടിമയല്ലയോ? സംശയമില്ലല്ലോ. എന്നിട്ടും എന്തേ പേരെടുത്ത് സംബോധനം ചെയ്തില്ല? നമ്മളെ ആലോചിപ്പിക്കേണ്ട കാര്യമാണ്. പറഞ്ഞാൽ ഒരുപാട് പറയണം, ഞാൻ ചുരുക്കുകയാണ്. അതേസമയം ഖുർആനിൽ ഹബീബിന്റെ പേര്, ഹബീബിനെ സംബോധനം ചെയ്തിട്ടില്ലേ? മുത്തുനബിയെ വിളിച്ചിട്ടില്ലേ? വിളിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് പേര് ചേർത്ത് വിളിക്കാത്തതാണോ? അല്ല, വിളിച്ചിട്ടുണ്ടല്ലോ. യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, യാ അയ്യുഹൽ മുസമ്മിലു. ഇതൊക്കെ ആരെ വിളിച്ചതാണ്? മുത്തുനബിയെ വിളിച്ചതാണ്. ആര് വിളിച്ചതാണ്? അല്ലാഹ് വിളിച്ചതാണ്. എല്ലാം വിശേഷണങ്ങളാണ്, എവിടെയും പേര് പറഞ്ഞില്ല.
അത് ഹബീബിന് അല്ലാഹു കൊടുക്കുന്ന ആദരവാണ്. മറ്റെല്ലാ പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തത ഹബീബിന് റബ്ബ് തആല സംവിധാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും അലൻ നബിയ്യി എന്ന് പറഞ്ഞത്, അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞില്ല. റബ്ബിന്റെ സ്നേഹ ആദരവാണ്. റബ്ബ് തആല തന്നെ ഇത്രയും വലിയ സ്നേഹ ആദരവോടെ ഹബീബിനെ കുറിച്ച് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുമ്പോൾ ആ മുത്തുനബി നമ്മുടെ കൽബിൽ കയറണ്ടയോ? അവിടത്തേക്ക് നമ്മളെ സമയം ചെലവഴിക്കണ്ടയോ? ആത്മാവിനെ കൊടുക്കേണ്ടയോ? ഒരു സെക്കൻഡും ഇടതടവില്ലാതെ ആ ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ട് അതേ മലായികത്തുകളെ സമയം ചെലവഴിക്കുമ്പോൾ അടിമകളാകുന്ന അനുയായികളാകുന്ന നമ്മൾ എത്രയാണ് ആ ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലേണ്ടത്? നേരത്തെ സയ്യിദ് അവറുകൾ ഇവിടെ സൂചിപ്പിച്ചില്ലേ, എല്ലാ നിസ്കാരത്തിനു ശേഷവും ഒരു 20 സ്വലാത്ത് ചെല്ലണമെന്ന്, ഒരു 100 സ്വലാത്ത് അങ്ങനെ പൂർത്തിയാകുമെന്ന്. 100 സ്വലാത്ത് നമ്മൾ എന്തായാലും ചെല്ലേണ്ടതാണ്. ഈ വിശദീകരണങ്ങൾ നോക്കിയാൽ നമ്മൾ 100 ചെല്ലിയാൽ പോരാ, 1000 ചെല്ലിയാലും പോരാ. കാരണം എന്താണ്? ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയത്. ഞാൻ നിങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതും നിങ്ങൾ എൻ്റെ സംസാരം കേൾക്കുന്നതും എല്ലാത്തിനും സബബാരാണ്. അത് സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ലോകത്ത് മുഴുവനും എന്തെങ്കിലും ഒരു അനുഗ്രഹം ആർക്കെങ്കിലും കിട്ടണോ, ലഭിക്കണമോ, അതിനൊരു വസീല മാത്രമേ ഉള്ളൂ. അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളില്ലാതെ ഒരു നിഅമത്തും ഒരു റഹ്മത്തും നമുക്ക് ലഭിക്കൂല. അതുകൊണ്ടാണ് റബ്ബ് തആല മുത്തുനബിയെ പരിചയപ്പെടുത്തിയപ്പോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പരിചയപ്പെടുത്തിയത് അത് കാരണമായിട്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഹിബ്ബുകളെ, നമ്മളെ മനസ്സ് മദീനയിലേക്ക് തിരിയണം. ഹബീബിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. അവിടുത്തേക്ക് ഒരുപാട് സലാം പറയാൻ നമുക്ക് സമയമുണ്ടാകണം. ആ സ്വലാത്തും സലാമും നമ്മൾ ചൊല്ലിയാലോ, നമ്മളത് നിർവഹിച്ചാലോ അറിയണം റബ്ബ് തആല നമ്മുടെ നിസ്കാരം സ്വീകരിക്കണോ. ആ നിസ്കാരത്തിൽ ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും വേണം. റബ്ബിനോട് മാത്രം നിർവഹിക്കുന്ന അതേ ആരാധനയാണ്, റബ്ബിനോട് മാത്രം സംഭാഷണം നടത്തുന്ന ആരാധനയാണ്. പക്ഷേ ആ ആരാധന അല്ലാഹ് സ്വീകരിക്കണോ? ആരാധനയിലും അവന്റെ ഹബീബിന്റെ മേലെ സ്വലാത്ത് വേണം, സലാം വേണം. ഇല്ലാത്ത നിസ്കാരം നിസ്കാരമല്ല. ഇനി നിങ്ങൾക്ക് റബ്ബിൽ നിന്ന് വല്ലതും കിട്ടണോ, അവിടെയും ഹബീബ് സബബാകണമല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഖാല ഇന്ന ദുആ മൗഖൂഫൻ ബൈന അസ്സമാഇ വൽ അർദി. നിങ്ങൾ എന്ത് ദുആ ചെയ്താലും ആ ദുആ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അങ്ങ് നിൽക്കുമല്ലോ. ലാ യസ്അദു മിൻഹു ശൈഉൻ, അതെ, അതിൽ നിന്നൊന്നും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോകൂലല്ലോ. ഹത്താ തുസല്ലി അലാ നബിയിക, നിങ്ങളെ നബിയുടെ മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലല്ലാതെ, സ്വലാത്ത് നിർവഹിച്ചാലല്ലാതെ, നിങ്ങൾ ദുആ ചെയ്തു വെച്ച ദുആ റബ്ബിന്റെ സവിധത്തിലേക്ക് പോകൂല. ആ ദുആഇന് ഇജാബത്തുണ്ടാവില്ല. ഇത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളോട് പഠിപ്പിച്ചതല്ലയോ?
കണ്ടില്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സ്വലാത്ത് ചൊല്ലിയാലേ നമ്മുടെ ദുആക്ക് ഇജാബത്തുള്ളൂ. അതുകൊണ്ടല്ലേ മഹാന്മാര് പഠിപ്പിച്ചു ദുആഇന്റെ ആമുഖത്തിൽ സ്വലാത്ത് വേണം, ദുആഇന്റെ മധ്യത്തിലും സ്വലാത്ത് വേണം, ദുആഇന്റെ അവസാനത്തിലും സ്വലാത്ത് വേണം. എന്നാൽ അത്തരം ദുആക്ക് ഇജാബത്ത് കൂടുതലാണ്. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞാൽ അവിടുത്തെ സ്വലാത്ത് ചൊല്ലിയാൽ അത് റബ്ബിന് വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. ആ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ദുആ സ്വീകരിക്കപ്പെടുന്നത് കേട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ, കുന്തു ഉസല്ലി, ഞാൻ ഇതാ നിസ്കരിച്ചു, വന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അവിടെയുണ്ട്. വ അബൂബക്കർ വ ഉമർ, അതേ സിദ്ദീഖ് തങ്ങളുമുണ്ട്, ഉമർ തങ്ങളുമുണ്ട്. മഅഹു, റസൂലുള്ളാഹിന്റെ കൂടെ. ഫലമ്മാ ജലസ്തു, അങ്ങനെ ഞാൻ നിസ്കാരം നിർവഹിച്ചങ്ങനെ ഇരുന്നപ്പോൾ ബദഅതു ബിത്തനാഇ അലല്ലാഹി തആല, റബ്ബിന്റെ മേൽ ഞാൻ പുകഴ്ത്തൽ നടത്തി. സുമ്മ സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി. സുമ്മ ദഅഉതു ലിനഫ്സി, പിന്നെ എൻ്റെ ശരീരത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഈ രംഗമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സൽ തുഅത, സൽ തുഅത, ഓ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, ചോദിച്ചോ ചോദിച്ചോ, നൽകപ്പെടും നൽകപ്പെടും എന്ന് റസൂലുള്ളാഹി ഇങ്ങനെ പറയാണ്. കാരണം ആ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഇജാബത്താണ്, സംശയം വേണ്ട. അതേ നിങ്ങൾ നോക്കൂ, ഫളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദുൻ, നമ്മളിതാ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദഖല റജുലുൻ, അപ്പോഴതാ ഒരു മനുഷ്യൻ വരുന്നു. ഫസല്ല, അയാൾ നിസ്കരിച്ചു. ഫഖാല അല്ലാഹുമ്മ ഗഫിർലി വർഹംനി. ചില ബിദ്അത്തിന്റെ കാര്യല്ലേ, നമുക്ക് പടച്ചവനോട് ഡയറക്റ്റ് ചോദിച്ചാ പോരെ, കാരണം അല്ലാഹു ഉത്തരം ചെയ്യൂലേ എന്ന് പറഞ്ഞിട്ട് അതേ മഹാന്മാരെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയുള്ള പ്രയോഗം നടത്തുന്നവരില്ലേ, കണ്ടോ. ഈ മനുഷ്യൻ നിസ്കാരം നിർവഹിച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി, ഈ ദുആ നടത്തി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജ്ജിൽത അയ്യുഹൽ മുസല്ലി, നീ തിരക്ക് കൂട്ടിക്കളഞ്ഞല്ലോ നിസ്കാരക്കാരാ, നീ തിരക്ക് കൂട്ടിക്കളഞ്ഞല്ലോ. എന്തേ ഇദാ സല്ലൈത ഫഖഅത, നീ നിസ്കരിച്ചാൽ അതേ ഡയറക്റ്റ് പഠിച്ചവനോട് അങ്ങ് ചോദിക്കലല്ല, നീ അവിടെ അങ്ങ് ഇരിക്കൂ. ഫഅഹ്മദില്ലാഹ ബിമാ ഹുവ അഹ്ലു, റബ്ബിനെ അതേ ഹംദ് ചൊല്ലൂ. വസല്ല അലയ്യ, പിന്നെ എൻ്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലൂ. സുമ്മ ദഊഹു, എന്നിട്ട് നീ റബ്ബിനോട് ദുആ ചെയ്യൂ. അങ്ങനെ ചോദിച്ചാലേ ഉത്തരം കിട്ടൂ. റബ്ബിൽ നിന്ന് വല്ല കാരുണ്യവും കിട്ടണോ, മഗ്ഫിറത്ത് കിട്ടണോ, അതേ എന്ത് കാര്യങ്ങൾ സാധിക്കണോ, അതിനും വെച്ചു കൊടുക്കണം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. സ്വലാത്ത് വല്ലാത്ത ആയുധമാണ്. ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നതിൽ 20 ഫളലുകൾ, 20 പ്രത്യേകമായ കാര്യങ്ങൾ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയതുണ്ട്. എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു നമ്മെ സ്വീകരിക്കാനുള്ള സബബാണ് യഥാർത്ഥത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. കണ്ടോ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക, അങ്ങയുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് ഫകം അജഅലു ലക മിൻ സ്വലാത്തി, ഓ നബിയേ, എൻ്റെ ദുആയിൽ
അങ്ങയുടെ മേലുള്ള സ്വലാത്ത് എത്രയാണ് ഞാൻ ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് ഞാൻ മുത്തുനബിയോട് ചോദിച്ചു. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, മാശിഅത, നിനക്ക് എത്രയാണോ പറ്റുന്ന അത്ര ചെയ്തോളൂ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അർറുബു, നാലിലൊന്ന് എന്റെ ദുആ, നാലിലൊന്ന് സ്വലാത്താക്കിയാലോ? ഖാല മാശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, നീ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതിൽ അങ്ങനെ ആയിക്കോട്ടെ. അതിനേക്കാളും നീ വർദ്ധിപ്പിക്കുന്നു, ഫഹുവ ഖൈറുൻ ലക, അത് നിനക്ക് ഖൈറാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അന്നിസ്ഫ, ഞാൻ പകുതി സ്വലാത്താക്കിക്കൊള്ളട്ടെ. മാശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, നിനക്ക് അതിനേക്കാൾ വർദ്ധിപ്പിക്കലാണ് ഖൈർ, അത്രയാണെങ്കിൽ അത്ര. ഖുൽതു, ഞാൻ പറഞ്ഞു, ഫത്തുലുസൈൻ, എന്നാൽ മൂന്നിൽ രണ്ടായാലോ? ഖാല മാശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, അങ്ങനെയാണെങ്കിൽ അത് നിനക്ക് അങ്ങനെ പറ്റും. അതിനേക്കാളും അധികരിപ്പിച്ചാലോ? അത് നിനക്ക് ഖൈറാൻ. അപ്പോൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറയാണ്, ഖുൽതു അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, എന്നാൽ എൻ്റെ ദുആ മുഴുവനും സ്വലാത്താക്കി ഞാൻ മാറ്റുന്നു നബിയേ എന്നങ്ങ് പറഞ്ഞപ്പോൾ ഖാൽ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദൻ തുക്ഫാ ഹമ്മക വയുകഫിറു ലക ദംബുക, മോനെ, റബ്ബിനോടൊരു ആവശ്യം നീ ഉന്നയിക്കേണ്ടതില്ല. നീ നിന്റെ മനസ്സിൽ എന്തൊക്കെ ടെൻഷൻ തീരേണ്ടതുണ്ടോ ആ ടെൻഷനുകൾ മുഴുവനും അതുകൊണ്ട് തീരുന്നതാണ്. നിന്റെ പാപങ്ങൾ മുഴുവനും അതുകൊണ്ട് പൊറുക്കപ്പെടുന്നതാണ്. പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഓ മുഅ്മിനീങ്ങളെ, ഹറാം ചെയ്ത് ജീവിച്ചു പോയ നമ്മൾ, അരുതായ്മകൾ ചെയ്ത് ജീവിച്ചു പോയ നമ്മൾ, നമ്മുടെ കൽബ് മദീനത്തേക്ക് തിരിയണം. ഹബീബിനോട് ആത്മബന്ധം വേണം. അവിടത്തേക്ക് ഒരുപാട് സ്വലാത്ത് നമ്മൾ ചെല്ലണം. ഈ ശഅബാനിലെ ഇനിയുള്ള പകലും രാത്രികളിലും പരമാവധി സ്വലാത്ത് നമ്മൾ ചെല്ലിയാൽ നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കുമല്ലോ, റബ്ബിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കുമല്ലോ, ഹബീബിന്റെ ഇഷ്ടം ലഭിക്കുമല്ലോ. മുഅ്മിനീങ്ങളെ, അതാഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ചുരുങ്ങിയതൊരു 100 സ്വലാത്തെങ്കിലും ചെല്ലിയാൽ, ഈ പാപിയായ റാഷിദിന്റെ വാചകം കേട്ടിട്ട് എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുമോ? ഇന്നു മുതലുള്ള എല്ലാ ദിവസങ്ങളിലും ഞാനൊരു 100 സ്വലാത്ത് ചെല്ലുന്നയാളാണ്. പതിവായി അങ്ങനെ ചെല്ലാത്തവരൊരു 100 സ്വലാത്ത് ചെല്ലാൻ തീരുമാനിക്കുക. 100 ചെല്ലുന്നവരോ അതൊരു 200 ആക്കാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ നിങ്ങളൊന്ന് സ്വലാത്ത് പതിവാക്കിയാൽ, വർദ്ധിപ്പിച്ചാൽ, ഈ പാപിയായ റാഷിദ് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുമല്ലോ. മുത്തുനബിയാനതേ അനുഗ്രഹീതരായ നേതാവല്ലേ, അനുയായികളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവരല്ലേ, അവിടുന്ന് നമ്മെ കൈവടിയില്ലല്ലോ, മാറ്റി നിർത്തില്ലല്ലോ. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സദസ്സിൽ ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ആരാരും സഹായിക്കാനില്ലാത്ത ലോകത്ത് കൈപിടിക്കാൻ ആള് വേണ്ടേ, രക്ഷപ്പെടുത്താൻ ആള് വേണ്ടേ? തെറ്റുകുറ്റങ്ങളൊന്നും അയച്ചു കളഞ്ഞ നിലക്ക് നമുക്ക് ആഖിറത്തിൽ ഒന്ന് രക്ഷപ്പെടണ്ടേ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമ്മളെ സ്വലാത്ത് വെറുതെ ആകൂല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇരിക്കുന്നത് ഈ മുറ്റത്തല്ല, നമ്മൾ മദീനത്തെ മുറ്റത്തായിരിക്കുന്നത്, ഹബീബിന്റെ ആത്മീയ സാന്നിധ്യത്തിലായിരിക്കുന്നത്. നിങ്ങളെ ആത്മാവ്, നിങ്ങളെ കൽബ് ഹബീബിലേക്ക് ചേരുന്നുണ്ടോ? നമുക്ക് ആ മദീനയിലേക്ക് ചേർന്നിട്ട് അവിടത്തേക്ക് സലാം പറഞ്ഞിട്ട് പ്രഭാഷണം അവസാനിപ്പിക്കാമല്ലോ. പ്രതീക്ഷയോടെ വന്നോളൂ. കണ്ടില്ലേ, മുത്തുനബി പറയാണ്, ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന ഫിൽ അർളി, തീർച്ചയായും അല്ലാഹുവിന് മലായികത്തുകളുണ്ട്, പ്രത്യേകമായ മലായികത്തുകൾ. അവര് ഭൂമിയിൽ ഇങ്ങനെ വിഹരിക്കുന്നവരാ. എന്താണ് ആ മലായികത്തുകളുടെ ഡ്യൂട്ടി? ആ മലായികത്തുകളെ അല്ലാഹു ഇവിടെ നിയോഗിച്ചത് വേറെ ഒന്നിനുമല്ല. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം. ഈ മസ്ജിദിന്റെ ഓരത്തു നിന്ന്, ഈ മണ്ണിൽ നിന്ന് നമ്മളൊരു സലാം പറഞ്ഞാൽ, ഈ സദസ്സിലും ആ സയ്യാഹിങ്ങളായ മലായിക
മലായിക്കത്തുകൾ ഉണ്ടാകുമല്ലോ. ഈ ഭൂമിയിൽ വിഹരിക്കാൻ അവർക്ക് കഴിവ് റബ്ബ് തആല കൊടുത്തതാണല്ലോ. ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അതിൽ സ്വലാത്തുണ്ടല്ലോ, അതിൽ സലാമും ഉണ്ടല്ലോ. ഈ സലാമിനെ എന്നിലേക്ക് എത്തിക്കാനുള്ള ഡ്യൂട്ടിയുള്ള മലായിക്കത്തുകൾ ഭൂമിയിൽ മുഴുവനുമുണ്ടെന്ന് പറയുന്നത് ഞാനല്ലല്ലോ. ഒരു വാചകം പറഞ്ഞത് കൃത്യമായി സർവവാക്യങ്ങളും ലോകത്ത് പുലർന്നുകണ്ട നേതാവല്ലയോ. ആ നിലക്ക് അസറുള്ള നേതാവിന്റെ വാചകമാണ്. ആ വാചകത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മദീനയിലേക്കൊന്ന് വരൂ, ഹബീബിലേക്കൊന്ന് ചേരൂ. സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം, പ്രതിജ്ഞയൊന്നെടുക്കൂ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഹദീസ് കണ്ടോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഔലന്നാസി ബി യൗമൽ ഖിയാമ, ആരാരും സഹായിക്കാനില്ലാത്ത ലോകമല്ലേ ആഖിറം. ഉമ്മയില്ലല്ലോ, വാപ്പയില്ലല്ലോ, മക്കളില്ലല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. അതേ അല്ലാഹുവിന്റെ കോടതി, ആ കോടതിയിൽ ആരാരും കൈപിടിക്കാനില്ല. നമ്മുടെ പിതാവ് നമ്മളെ കാണുമ്പോ മാറി സഞ്ചരിക്കും, ഉമ്മ കാണുമ്പോ മാറി സഞ്ചരിക്കും, മക്കള് കാണുമ്പോ മാറി സഞ്ചരിക്കും, സഹോദരങ്ങൾ കാണുമ്പോ മാറി സഞ്ചരിക്കും, അങ്ങനെ സുഹൃത്തുക്കൾ കാണുമ്പോ മാറി സഞ്ചരിക്കും. എന്തേ കാരണമെന്നറിയോ? അവർക്ക് വല്ല കടപ്പാടും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? അവർക്ക് വല്ല കടപ്പാടും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന ബേജാറാണ്, വെപ്രാളമാണ്. അതുകൊണ്ട് അവരെ എല്ലാവരെയും റബ്ബിന്റെ കോടതിയിൽ കാണുന്ന സമയത്ത് മാറി നിൽക്കുന്ന സന്ദർഭമാണ്. ആ മാറി നിൽക്കുന്ന സന്ദർഭത്തില് രക്ഷപ്പെടുത്താൻ ആള് വേണ്ടേ? നിങ്ങൾ പതിവായി സ്വലാത്ത് വർദ്ധിപ്പിക്കുമോ? മുത്തുനബിയിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സ്നേഹജനങ്ങളെ സ്വലാത്തിന്റെ എണ്ണം കൂട്ടുമോ? ഔലന്നാസി ബി യൗമൽ ഖിയാമ, ആരും ബേജാറാകുന്ന ഖിയാമത്ത് നാളിൽ എന്നിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നതാരാണ്? അക്സറുഹും അലയ്യ സ്വലാ, എന്നിലേക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരാണെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയോട് ആത്മബന്ധം സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിച്ചാലോ അവിടുന്ന് നമ്മെ ഏറ്റെടുക്കാതിരിക്കൂല, വെറുതെ ആക്കൂല. കണ്ടില്ലേ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, അവിടുന്ന് മുത്തുനബിയിലേക്ക് സ്വലാത്തും സലാമും പതിവായി ചെല്ലിയിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് മണൽത്തരി എടുത്ത് ചുംബിച്ച് ആത്മബന്ധം പ്രകടിപ്പിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ മദീനത്ത് വന്നപ്പോൾ എനിക്ക് ആ മണൽത്തരി മാത്രം ചുംബിച്ചാൽ പോരാ, എനിക്ക് ആ മുത്തുനബിയുടെ കൈകളൊന്ന് പിടിച്ച് ചുംബിക്കണമല്ലോ എന്ന ആഗ്രഹത്തില് മഹാനവറുകൾ അവിടെ വന്നിട്ട് മദീന മുനവ്വറയിൽ വെച്ച് മുത്തുനബിയോട് സങ്കടം പറഞ്ഞപ്പോൾ, ഫീ ഹാലത്തിൽ ബഅദൂറു ഹൈകുന്തു റസീലുഹാ തുഖബിലുൽ അർള വഹിയ നൈബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലീകൈ തുളാബി ഹശഫതി. ചെല്ലു മദീനത്തേക്കൊരു സ്വലാത്ത് സ്നേഹത്തിന്റെ മനസ്സോടെ ആവേശത്തോടെ, മൗലായ സ്വല്ലി വസ
من أبدا على حبيبك خير الخلق كلهم. അതേ തിരുനബിയുടെ സവിധത്തിൽ വന്നിട്ട് പറയുന്ന അവലാതി എന്താണ്? എല്ലാ ദിവസവും എൻ്റെ ആത്മാവ് അങ്ങയുടെ സവിധത്തിലേക്ക് ഞാൻ പറഞ്ഞേക്കാറുണ്ടല്ലോ. എൻ്റെ നാട്ടിലുള്ള മണൽത്തിരിയെടുത്ത് ചുംബിച്ചിട്ട് എൻ്റെ ആത്മാവിനെ അങ്ങയിലേക്ക് ഞാൻ പറഞ്ഞേക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഇതാ അഹമ്മദുൽ കബീർ വന്നത് വെറുതെയല്ല. എനിക്ക് മണൽത്തരി മാത്രം ചുംബിച്ചാൽ പോരാ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട കരം എനിക്കൊന്ന് ചുംബിക്കണമല്ലോ. അതൊന്ന് നീട്ടിത്തരുമോ നബിയേ എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്കിന്റെ മനസ്സ് വെച്ച് കൽബ് പൊട്ടി കണ്ണുനീര് പൊടിച്ച് ആവശ്യമുന്നയിച്ചപ്പോൾ ഷരീഫയുടെ ഉള്ളിൽ നിന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട കരം പുറത്തേക്ക് നീട്ടിക്കൊടുത്തല്ലോ. ആ നീട്ടിയ കൈകളെ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ചുണ്ട് ആ കൈകളിലേക്ക് ചേർത്ത് വെച്ച് ചുംബിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്. അവിടുത്തോട് ആത്മബന്ധം സ്ഥാപിച്ചാൽ, അവിടുത്തേക്ക് സ്വലാത്ത് സലാം വർദ്ധിച്ചാൽ, അവിടുത്തെ വേണ്ടി മദഹ് പറഞ്ഞാൽ, മുത്തുനബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ഖൈറാത്തുകൾ ചെയ്താലും അങ്ങനെ അവിടുത്തെ മുന്നിൽ അവലാതി ബോധിപ്പിച്ചാൽ അവിടുന്ന് നമ്മെ സ്നേഹത്തോട് പരിഗണിക്കുമല്ലോ. ഉമറുൽ ഖാദിയൽ ബിലങ്കോത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മദീനത്ത് ചെന്നല്ലോ. റൗദയിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ, പാറാവുകാര് ഗേറ്റ് പൂട്ടിയിട്ടല്ലോ. നിവൃത്തിയില്ല, പലതും ചെയ്തു നോക്കി, കടത്തി വിടുന്നില്ല. അപ്പോഴല്ലേ കൽബ് പൊട്ടി മുത്തുനബിയോട് പറഞ്ഞല്ലോ, യാ അക്റമൽ ഖുറമല അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീൽ ജനാബികും യർജുൽ അലൽ ബുകാഇ ബാബികും വദ്ദമു മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതേ ഫഖീറായ ഉമർ, ഒന്നുമില്ലാത്ത ഉമർ അങ്ങയുടെ വാതിക്കൽ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഇത് തുറക്കപ്പെടുന്നില്ലല്ലോ. അങ്ങയിലേക്ക് നേരിട്ട് വന്നിട്ട് ഒരു സലാം പറയാനാണല്ലോ. അതും ആഗ്രഹിച്ചിട്ട് കണ്ണുനീര് പൊടിച്ച് കൽബ് പൊട്ടി ഈ നിൽക്കുന്ന ഉമറിന്റെ ആഗ്രഹമൊന്ന് സാധിക്കണമല്ലോ എന്ന് കൽബ് പൊട്ടി സങ്കടപ്പെട്ട് മഹാനവറുകളങ്ങ് കവിത പാടിയപ്പോൾ പൂട്ടിയിട്ട ഗേറ്റ് ഓട്ടോമാറ്റിക്കായി തുറക്കപ്പെട്ടില്ലയോ. ഹബീബിന്റെ ചാരത്ത് നേരിട്ട് ചെന്നിട്ട് സലാം പറഞ്ഞല്ലോ. മുഅ്മിനീങ്ങളെ, മദീനയിലേക്കുള്ള സഞ്ചാര വഴികളാണ്, ഹബീബിന്റെ മഹത്വം പറഞ്ഞിട്ടുള്ള യാത്രയാണ്. അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തും സലാമും ചൊല്ലിയുള്ള അവിടത്തേക്ക് ആത്മബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. അത് വിഫലമാകുന്നതല്ല. വന്നല്ലോ ഹബീബിന്റെ സവിധത്തിൽ എത്രയെത്ര ആളുകളാണ് അങ്ങനെ സ്വലാത്തു ചൊല്ലി സലാം പറഞ്ഞ് പലരും വന്നല്ലോ. വന്നവർക്ക് മുഴുവനും മുത്തുനബി പരിഹാരം കൊടുത്തല്ലോ. നമുക്കും ആ ഹബീബല്ലേ കൈപിടിക്കാനുള്ളൂ, ചേർത്തു നിർത്താനുള്ളൂ.
ആ മുത്തുനബിക്ക് നമ്മളോടെന്തൊരു സ്നേഹമാണ്, എന്തൊരു താല്പര്യമാണ്. കണ്ടില്ലേ, സ്വഹാബാക്കളോട് പറഞ്ഞു, ലവദിത്തു ഇഖ്വാനനാ ഇൻദൽ ഹൗദി. ഓ സ്വഹാബാക്കളെ, എൻ്റെ ഇഖ്വാനുകളെ കാണാൻ എനിക്ക് വല്ലാതെ കൊതിയാകുന്നു. അവരെ കാണാൻ കൊതിച്ച് സ്നേഹത്തോടെ ഞാൻ കാത്തു നിൽക്കുമല്ലോ. എവിടെയാ കാത്തു നിൽക്കുന്നത്? ഇൻദൽ ഹൗദി, ഹൗദിന്റെ ചാരത്താണ്, ഹൗദുൽ കൗസറിന്റെ ചാരത്താണ്. ആ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് എൻ്റെ ഇഖ്വാനുകളെ കാണാൻ കൊതിച്ച് കാത്തു നിൽക്കുമെന്ന് മുത്തുനബി പറഞ്ഞപ്പോ കേട്ട മാത്രയിൽ സ്വഹാബാക്കൾ ഉടനെ ചോദിച്ചു, നഹ്നു ഇഖ്വാനുക യാ റസൂലല്ലാഹ്, മുത്തുനബി ഹൗദിന്റെ ചാരത്ത് കാത്തു നിൽക്കുന്ന ഇഖ്വാനുകൾ അത് ഞങ്ങളല്ലയോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അന്തും, അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബാക്കളെ, അന്തുമ സ്വഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്. ഞാൻ ഈ പറഞ്ഞ ഇഖ്വാനുകൾ നിങ്ങളല്ല, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്. നിങ്ങളെ ഞാൻ കണ്ടവരാണ്, നിങ്ങൾ എന്നെയും കണ്ടവരാണ്, പരസ്പരം ഒരുമിച്ച് കൂടിയവരാണല്ലോ. എൻ്റെ ഇഖ്വാനുകളെന്ന് പറഞ്ഞാൽ ആരാണ്? അതേ, അവരെന്നെ കണ്ടിട്ടില്ല, ഞാൻ അവരെയും നേരിട്ട് കണ്ടിട്ടില്ല. അവരെന്നെ കാണാതെ എന്നെ കൊണ്ട് വിശ്വസിച്ചവരാണ്. എൻ്റെ വാക്കുകൾ നേരിട്ടു കേൾക്കാതെ ആ വാക്കുകളെ അവരനുസരിച്ചവരാണ്. എൻ്റെ ജീവിതം നേരിട്ട് അനുഭവിക്കാതെ എൻ്റെ ചര്യയെ അവരനുധാവനം ചെയ്തവരാണ്. അങ്ങനെയുള്ളവരാണ്. അതേ, നമ്മളും ആ മുത്തുനബിയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ആ വാചകങ്ങളെ നേരിട്ട് കേട്ടിട്ടില്ലല്ലോ, അവിടുത്തെ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും നമ്മൾ അവിടുത്തെ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. റബ്ബ് തന്ന വലിയ നിഅമത്തല്ലേ, വലിയ അനുഗ്രഹമല്ലേ. അതേ, അവിടുത്തെ വാക്കുകൾ നേരിട്ട് കേൾക്കാഞ്ഞിട്ടും ആ വാക്കുകളെ നമ്മൾ ആവുന്നതുപോലെ അനുസരിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ തിരുചര്യയെ കഴിയുന്നത് പോലെ ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊരു ചിന്ത നമ്മുടെ കൽബിലുണ്ടല്ലോ. ഒരുപക്ഷെ അറിയാതെ തെറ്റുകൾ സംഭവിച്ചാലും ഹറാമിൽ പെട്ടുപോയാലും നമ്മുടെ കൽബിൽ അതുകൊണ്ട് വേദനയുണ്ടല്ലോ. അത് ശരിയില്ല എന്ന തോന്നലുണ്ടല്ലോ. നല്ലത് ചെയ്യണമെന്ന ചിന്തയുണ്ടല്ലോ. ആ നല്ലതിനോട് കൽബിനൊരു ആത്മബന്ധമുണ്ടല്ലോ. അതെല്ലാം റബ്ബ് തആല തന്ന വലിയ നിഅമത്താണല്ലോ. ചെറിയ കാര്യമല്ലല്ലോ. ചെറുപ്പക്കാരാ, എൻ്റെ പെങ്ങളെ, അല്ലാഹു തന്ന നമുക്ക് തന്ന വലിയ നിഅമത്താണത്. നമ്മൾ മുസ്ലിമായി ജനിച്ചു എന്നത്, മുസ്ലിമായി ജീവിക്കുന്നു എന്നുള്ളത്. അല്ലാഹുവേ, ആ മുസ്ലിമായി തന്നെ സന്തോഷത്തോടെ മരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, ആ നിലക്ക് നമ്മൾ അവിടുത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ഇത്തിബാ ചെയ്യുകയും ചെയ്യുന്നില്ലേ? നമ്മൾ ആ ഇഖ്വാനുകളിൽ പെടൂലേ? മുത്തുനബി ഇഖ്വാനുകളെ വിശദീകരണം നൽകിയതിൽ നമുക്കും പെടാനുള്ള അവസരമുണ്ടല്ലോ. ഹബീബിനെ കൊണ്ട് ഉറച്ച് വിശ്വസിച്ചോളൂ. അവിടുത്തെ വാക്കുകൾ പരമാവധി അനുസരിച്ചോളൂ. അവിടുത്തെ പരമാവധി ഇത്തിബാ ചെയ്തോളൂ. അങ്ങനെ ചെയ്യുന്നവരാണ് അവിടുത്തെ ഇഖ്വാനുകൾ. ആ ഇഖ്വാനുകളെ കാണാൻ ആഗ്രഹിച്ച് ഹൗദിന്റെ ചാരത്ത് നാളെ പാരത്രികമായ ലോകത്ത് ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ കൊതിച്ച് കാത്തു നിൽക്കുമെന്നല്ലേ പറഞ്ഞത്? ആ കാഴ്ചയിൽ നമ്മളൊന്ന് പെടണ്ടേ? അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണ്ടേ? അതെല്ലാം
കൊതിച്ചിട്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അവിടുത്തെ സുന്നത്തുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. 5 നേരത്തെ നിസ്കാരത്തിനു ശേഷം ചെല്ലാൻ പറഞ്ഞ ദിക്റുകൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മൾ എഴുന്നേറ്റ് പെട്ടെന്ന് പോകരുത്. സുന്നത്തായ റവാത്തിബ് നിസ്കാരം നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. സുന്നത്തായ നോമ്പുകൾ പറ്റുന്നതെല്ലാം നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്ങനെയെങ്കിലുമെങ്കിൽ മുത്തുനബിയോടൊന്ന് കണക്ഷൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചത് ആവുന്നതെല്ലാം ചെയ്യാൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് എൻ്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്തായി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കട്ടെ. ആ ഹബീബ് കാണാൻ കൊതിച്ച് കാത്തു കഴിയുന്ന ഇഖ്വാനുകളിൽ പെടാൻ ആഗ്രഹിച്ചിട്ട് ഈ മജ്‌ലിസിൽ വെച്ച് ചില തീരുമാനമെടുക്കണേ. ആ തീരുമാനങ്ങളിൽ ഒന്നാണ് ചുരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും ഞാൻ ഇനി പതിവാക്കുമെന്നുള്ളത്. ആ തീരുമാനങ്ങളിൽ ഒന്നാണ് 5 നേരത്തെ നിസ്കാരത്തിനു ശേഷമുള്ള ഒരൊറ്റ ദിക്റും ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഒഴിവാക്കില്ല എന്നത്. റവാത്തിബ് നിസ്കാരം മുഅക്കദായതെങ്കിലും ഞാൻ ഒഴിവാക്കില്ല എന്നുള്ളത്. ആ നിലക്ക് ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഹബീബ് നമ്മെ കൈവടിയൂല, വെറുതെയാക്കൂല. എല്ലാവരും പുരുഷന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹബീബിലേക്കൊരു സലാം പറഞ്ഞ് പിരിയാനാണ്. നിങ്ങളെ ഖൽബ് മുത്തുനബിയിലേക്ക് എത്തിയോ? മദീന മനസ്സുകൊണ്ട് കണ്ടോ? ഹബീബിലേക്ക് പാപഭാരമുള്ള ആത്മാവിനെ ചേർത്ത് വച്ചോ? ഈ സദസ്സിൽ നിന്ന് ഞാനും നിങ്ങളും പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കപ്പെടണ്ടേ? ഹബീബിന്റെ കബൂലിയത്ത് കിട്ടാതെ നമുക്കിവിടെ നിന്ന് പിരിഞ്ഞാൽ പറ്റൂലല്ലോ. അവിടുത്തെ സ്നേഹത്തിന്റെ നോട്ടമൊന്ന് നമുക്ക് ലഭിക്കണമല്ലോ. ഇതാഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ സദസ്സിൽ വന്നത്. ഈ സമയം അത്രയും അതവോടെ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞതും കേട്ടതുമല്ല. അല്ലാഹുവേ, ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ആഷിഖുകൾ മുഹിബ്ബുകൾ മദീനത്ത് ചെന്ന് സങ്കടം പറഞ്ഞപ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ കൈയൊടിച്ചില്ലല്ലോ, വെറുതെ ആക്കിയില്ലല്ലോ. വരൂ ഇലൽ മദീന. എന്തൊരു സുന്ദരമായ നാടാണത്, എന്തൊരു മഹത്വമുള്ള നാടാണത്. അവിടുത്തെ ഒരു മണൽത്തരിക്ക് പോലും സാധുവായ റാഷിദ് യോഗ്യനല്ലല്ലോ. അവിടുത്തെ ഒരു പുൽച്ചെടിക്ക് പോലും ഞാൻ യോഗ്യനല്ലല്ലോ. നമ്മൾ യോഗ്യരല്ലല്ലോ. അതല്ലേ ബിലാൽ തങ്ങൾ മദീനയിലെ മണ്ണിൽ കടന്നുരുണ്ടത്. അതുകൊണ്ടല്ലേ അബൂ ഹനീഫ തങ്ങൾ ചെരുപ്പ് ധരിക്കാതെ മദീനയിലെ മണൽത്തരിയിലൂടെ നടന്നത്. അതുകൊണ്ടല്ലേ ഇമാം ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോകാതിരുന്നത്. അതുകൊണ്ടല്ലേ എത്രയോ മഹാന്മാർ സ്വന്തം നാട് വിട്ടിട്ട് മദീനയിൽ വന്ന് താമസിച്ചിട്ട് എനിക്ക് ബഖീലൊന്ന് കിടക്കണമെന്ന് കൊതിച്ചവിടെ മൗത്തായത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകമാണത്! വല്ലാത്തൊരു ലോകമാണ്. സമയം പറഞ്ഞാൽ മതിയാവില്ല. ഓ മുഅ്മിനീങ്ങളെ, ആ നിലക്കുള്ള മദീന മസ്ജിദുൻ നബവിയുടെ സുന്ദരമായ മിനാരങ്ങൾ നിങ്ങളെ കൽബ് കൊണ്ട് കണ്ടോ? അതാ ജന്നത്തുൽ ബഖീയ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ബഖീയിൽ ഒരാൾക്ക് കിടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ വജബത്ത് ലഹു ശഫാഅത്തി, അവന് എന്റെ ശഫാഅത്തുണ്ട്. ബഖീയിൽ ഉറക്കതിലുള്ളവർക്ക് മുത്തുനബിയുടെ പ്രത്യേകമായ ശഫാഅത്തുണ്ട് എന്നവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ചറബേ, സാധുക്കളായ ഞങ്ങൾക്കും ആ ബഖീലൊന്ന് കിടക്കാൻ അവസരം നൽകണേ റഹ്മാനേ. ആ ബഖീയ വല്ലാത്തൊരു മണ്ണാട് കണ്ടോ? അവിടെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്. മുത്തുനബിയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഉമ്മമാരായ ഹബീബിന്റെ കൂടെ ജീവിച്ച ഉമ്മമാരായ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അവരവിടെ കിടക്കുന്നുണ്ട്. മുത്തുനബിയുടെ പേരക്കുട്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. അവിടുത്തെ മക്കൾ അവിടെ കിടക്കുന്നുണ്ട്. മുത്തുനബിയുടെ അമ്മായിമാരായ സഫിയ ബീവി അവിടെ കിടക്കുന്നുണ്ട്. ഒരുപാട്
ഒരുപാട് സ്വഹാബാക്കൾ അവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, ബഖയിൽ അന്തിയുറങ്ങുന്ന മഹാന്മാരെ കൊണ്ട് ഞങ്ങളെ ഖൽബിനെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. അവിടെ ഒരുപാട് തവണ എത്തി സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ആ ബഖീന്റെ നേരെ അപ്പുറത്ത് നമ്മൾ ബഖീന്റെ അവിടുന്ന് നോക്കിയാൽ കാണാം പച്ചക്കുബ്ബ കാണാമല്ലോ, കുബ്ബത്തുൽ ഖദറാ കാണാമല്ലോ. മുഅ്മിനീങ്ങളെ സങ്കേതമാണത്. നമ്മൾ മദ്ഹും പറഞ്ഞ് സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് മദീനയിലൊന്ന് എത്തണമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇവിടെ വന്നത്. ആ പച്ചക്കുബ്ബ കൽബ് കൊണ്ട് കണ്ടോ, സുന്ദരമായ ഇടമല്ലേ അത്. ആ പച്ചക്കുബ്ബ നോക്കിയിട്ട് കണ്ണുനീര് പൊടിച്ച എത്ര മഹാന്മാരുണ്ട്. അവരുടെ കണ്ണുനീരിന്റെ ഉപ്പുരസം ആ മദീനയിലെ മണൽത്തരി അനുഭവിച്ചതിന്റെ അനുഭവങ്ങൾ എത്രയുണ്ട്. അതേ ബഖീന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെന്നാൽ അവിടെ കാണാം ബാബുസലോ. ആശിഖീങ്ങൾക്ക് മുഹിബ്ബീങ്ങൾക്ക് മുത്തുനബിയിലേക്ക് സലാം പറയാൻ പോകാനുള്ള ഗേറ്റാണത്, വാതിലാണത്. നമ്മുടെ ആത്മാവിനെ അതിലൂടെ ഒന്ന് കടത്തിവിടുമോ, കൊണ്ടുവരുമോ? അതുപോലെ മെല്ലെ ഒന്ന് നമ്മൾ മുന്നോട്ട് പോകുമോ? മദീനയിൽ നിന്ന് മനസ്സ് മാറണ്ട. ഹബീബിന്റെ ചാരത്ത് ചെന്നിട്ട് സങ്കടം പറയാം. എത്രയും ദൂരെ ആത്മാവിന് സഞ്ചരിക്കാമല്ലോ. ശരീരം ഇവിടെ നിന്നാലും ആത്മാവിന് സഞ്ചരിക്കാനുള്ള സൗകര്യം അല്ലാഹ് തന്നിട്ടുണ്ടല്ലോ. ആ ബാബുസലാമിലൂടെ നേരെ വരുമ്പോ ഇടത് ഭാഗത്ത് കാണുന്ന ഇടമേതാണ്? മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഭൂമിയിലെ സ്വർഗം, ഭൂമിയിലെ സ്വർഗം, സ്വർഗത്തിലുണ്ടാകുന്ന ഇടം, ആ ഇടമാണ് റൗള, റൗളത്തും മിൻ റിയാദിൽ ജന്ന. റബ്ബേ, ആ റൗളയിൽ ചെന്ന് നിന്റെ മുന്നിൽ ഞങ്ങൾക്ക് സുജൂദ് ചെയ്യണം. നിന്റെ മഹത്വം സുജൂദിൽ കിടന്നു പറയണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ റൗള, ആ ഹുജറത്തു ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലവും കണ്ട് നമ്മൾ തന്നെ മുന്നോട്ട് പോകുമ്പോൾ കാണാം ഹുജറത്തു ശരീഫ. അതേ സ്വർണ്ണ നിറമുള്ള ഗ്രില്ലുള്ള ആ റൂം കാണാമല്ലോ. വെള്ള മാർബിള് പതിച്ച 2 തൂണ് കണ്ടോ നിങ്ങൾ? ആ തൂണിന്റെ മുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതി വെച്ച പദ്യം കണ്ടോ? ഒരാള് വന്നിട്ട് പാപങ്ങൾ പുറത്തിട്ടാൻ വേണ്ടിയിട്ട് മുത്തുനബിയുടെ സവിധത്തിൽ വന്നിട്ട് സങ്കടപ്പെട്ട് പാടിയ വരികളാണ്. നേരത്തെ ഞാൻ ഓതിയ സൂക്തമില്ലേ, വലൗ അന്നഹും ഇളലമു അൻഫുസഹും. ആ സൂക്തം ഓതിയിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് സങ്കടപ്പെട്ടു. യാ ഖൈറ മൻ ദുഫിനത് ബിൽ يعظمه فطاب من طيبه نلقاء ولكم نفسي الفداء اللقاب أنت سكينه فيه العفاف وفيه الجود والكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹുജറത്ത് ശരീഫയുടെ മുന്നിൽ വന്നിട്ട് യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ലമുഹു. അതേ ഏറ്റവും പരിശുദ്ധമായ ഇടം, ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ഇടം, മുത്തുനബിയുടെ ശരീരം കിടക്കുന്ന സ്ഥലമാണല്ലോ. ആ സ്ഥലത്തിലേക്ക് ചേർന്നുകൊണ്ട് സങ്കടപ്പെട്ട് പറയാണ്, നഫ്സിൽ ഫിദാഉൽ ഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അങ്ങയുടെ നഫ്സിന്റെ മുന്നിൽ, അതാ എൻ്റെ നഫ്സ് അങ്ങയുടെ മുന്നിൽ ദണ്ഡമായി സമർപ്പിക്കുകയാണ്. അങ്ങനെക്ക് വിട്ടുവീഴ്ച ചെയ്യണം, എനിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം, മഗ്ഫിറത്ത് ലഭിക്കണം, റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യണം എന്ന് സങ്കടപ്പെട്ട് പരിവാര
2 വരി പാടിയിട്ട് ആ മനുഷ്യൻ തിരിച്ചു നടന്നപ്പോ ഉമർ തങ്ങളോട് സ്വപ്നത്തിൽ വന്നിട്ട് മുത്തുനബി പറഞ്ഞല്ലോ, ഉമറേ, ആ മനുഷ്യന്റെ അടുക്കൽ ഉത്ബീനാണ് അദ്ദേഹത്തിന്റെ പേര്, അഭിപ്രായ പ്രകാരം ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അയാളോട് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷ വാർത്ത? അദ്ദേഹത്തിന്റെ സർവ്വപാപങ്ങളും അല്ലാഹു പൊറുത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കണം ഉമറേ എന്ന് മുത്തുനബി പറഞ്ഞല്ലോ. ഇബ്നു കസീർ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് തഫ്സീറിൽ സഹിഹായ സംഭവമാണെന്ന് പറഞ്ഞല്ലോ. മുഅ്മിനീങ്ങളെ, ആ നിലക്കുള്ള വല്ലാത്ത കേന്ദ്രമാണ് ആ ഹുജ്റത്തു ശരീഫ് എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവിടുത്തേക്ക് ഒരു ആദരവോടെ ഒരു സലാം പറയണം. ആ സലാം വെറുതെയല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അർദ അലൈഹി സലാം. ആരെങ്കിലും എന്നിലേക്ക് സലാം പറഞ്ഞാൽ എൻ്റെ റൂഹ് അല്ലാഹ് എനിക്ക് നേരത്തെ തന്നെ തിരിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് ഞാൻ സലാം പറയും എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതല്ലയോ. പ്രതീക്ഷയുടെ മനസ്സോട് ഹബീബ് നമ്മെ കൈവടിയില്ല എന്നുള്ള പ്രതീക്ഷയോട് ആ ഹുജ്റത്തു ശരീഫയുടെ മുന്നിൽ നമ്മൾ എത്തിയോ, അതുപോലെ അവിടത്തേക്ക് ഒരു സലാം പറയാമല്ലോ. ആ സ്വർണ്ണ നിറമുള്ള ഗ്രില്ലിന്റെ മുകളിൽ 3 ദ്വാരങ്ങൾ കാണാമല്ലോ. ഒന്നാമത്തെ വലിയ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുന്നത് ആരാണ്? അതൊരു സാധാരണ വ്യക്തിയല്ല, അതൊരു നിസ്സാര വ്യക്തിയല്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദിൽ മുസ്തഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുൽ സാലികീൻ, മിസ്ബാഹിൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഖുറബാഇ വൽ മസാകീൻ, സയ്യിദുൽ ثقلين نبي الحرمين إمام القبلتين وسيلتنا إلى الله الحنان المنان سيد الأبرار محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളിലേക്ക് കൽബ് പൊട്ടി എല്ലാവരും ഒരുമിച്ച് ഒരു സലാം പറഞ്ഞോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു والسلام عليك يا رسول الله. الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله يا خليل الله. അല്ലാഹുവേ, ഞങ്ങളിതാ ഈ സദസ്സിൽ നിന്ന് അങ്ങകലെ മദീനത്തേക്ക് ഒരു സലാത്തും സലാമും പറഞ്ഞയച്ചിരിക്കുന്നു. ഈ സലാമിനെ നീ മദീനത്തെത്തിക്കണം റഹ്മാനെ. അവിടുന്ന് തിരിച്ചുള്ള റഹ്മത്തിന്റെ നോട്ടവും ഖബൂലിയത്തും നൽകിയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വപാപങ്ങളും പുറത്തു കിട്ടാൻ ഞങ്ങളെ ഈ മജ്ലിസ് ഹബീബിലേക്കുള്ള വസീല നീ സ്വീകരിക്കണം അല്ലാഹ്. ഇന്ന് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ദ്വായിലേക്ക് കിടക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഒരു സ്ത്രീ 313 രൂപ, ഒരു സ്ത്രീ ദ്വാ ചെയ്യാൻ നെയ്ച്ചോറിൻ്റെ അരിക്കുള്ള തുക 200 രൂപ, ഒരാൾ മരിച്ചവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ 200 രൂപ, CK മുഹമ്മദ് മരിച്ച ഉപ്പാൻ്റെ പേരിൽ മരിച്ച ഉപ്പാൻ്റെ പേരിൽ 5000 രൂപ, അസീസ് സ്റ്റാർ മരിച്ച ഉപ്പാൻ്റെ പേരിൽ 500 രൂപ. അല്ലാഹുവേ, ആ സദക്ക മരിച്ചോടൊക്കെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. 640 റുപ്യ ഒരു പേരക്കുട്ടിക്ക് പ്രത്യേകം ദുആ ചെയ്യാനൊരു സഹോദരിയ, യൂസുഫ് ഒരു സഹോദരൻ. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ കൽബിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ, നീ സാധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഒരു 3 സ്വലാത്തില്ല, വേഗം നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 1000 രൂപ. അല്ലാഹുവേ, ആ സദഖ കബൂൽ ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ CK അബ്ദുറഹ്മാൻ 2000 രൂപ. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹ് ഒരു
എത്ര 10,000 രൂപ അല്ലേ? അൽഹംദുലില്ലാ. ഒരു സ്വലാത്തിൽ അല്ലാഹുവേ, ഒരു സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ ചെയ്ത സദഖ നീ ഖബൂലാക്കണേ റഹ്മാനെ. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന സദഖയാക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ നിന്ന് ആര് സദഖ ചെയ്യുന്നുവോ അത് മുത്തുനബിയോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ സബബാകുന്ന സദഖയാക്കണം റഹ്മാനെ. നീ ഖബൂലിയത്ത് നൽകണം റഹ്മാനെ. എല്ലാവരും നല്ല സദഖ ചെയ്യണം ഈ മജ്ലിസിൽ എന്ന് ഓർമ്മപ്പെടുത്താണ്. നല്ല ഒരു സദഖ മനസ്സിൽ നിയ്യത്താക്കുക, സംഘാടകരോട് അറിയിക്കുക, ഇവിടെ ഇപ്പം തന്നെ കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുക. എനിക്ക് സമയം കൂടുതലില്ലാത്തത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കിടക്കാൻ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി ക്യാൻസർ ബാധിച്ചിട്ട് പ്രയാസപ്പെട്ട് ദ്വാരക്കാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, പൂർണ്ണമായി മാറ്റി കൊടുക്കട്ടെ. വേറൊരു സഹോദരൻ കിഡ്നി രണ്ടും മാറ്റി വെക്കാൻ വേണ്ടി വിദേശത്തുള്ളൊരു സുഹൃത്താണ്. അതിനുവേണ്ടി വലിയ സംഖ്യയൊക്കെ ചിലവാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സക്സസ് ആകാൻ വേണ്ടി ദ്വാരക്കാൻ അല്ലാഹു സക്സസ് ആക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട പലരും ദ്വാരക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ രണ്ടുപേർക്കും സുഖമില്ല, എളാപ്പ സുഖമില്ലാതെ കിടപ്പിലാണ്. ഭാര്യയ്ക്കും ഹാർട്ട് സംബന്ധമായ ചെറിയൊരു കുഴപ്പമുണ്ട്. അല്ലാഹു ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. നിങ്ങൾ ഇഖ്ലാസോടെ ആമീൻ പറയണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاهي وعلى آله وصحبه وسلم. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് പറഞ്ഞ നസീഹത്തുകൾ, ചെയ്ത സദഖകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സലാമുകൾ എല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അതിൻ്റെ എല്ലാ മിസ്ലു സവാബ് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരു ഹളറത്തിലേക്ക് ഈ സമയത്ത് തന്നെ നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങളെ ഈ മജ്ലിസിലേക്ക് തരണേ റഹ്മാൻ. ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങൾ മോശക്കാരാണ്. നീ പറഞ്ഞതിന് വിരുദ്ധമായി ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ശരിയാ. നിന്റെ മുന്നിൽ സമ്മതിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല റബ്ബേ. നീ ഞങ്ങളെ കൈ ഒഴിക്കരുത് റഹ്മാനെ. നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ എല്ലാവരുടെയും ഹളറത്തിലേക്ക് ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ചെയ്ത എല്ലാ ഹസനാത്തുകളും നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ മദതും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ശഅബാനിന്റെ അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ്, റമളാനിലേക്ക് എത്തിപ്പെടാനിരിക്കുകയാണ് റബ്ബേ. റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ കൽബൊന്ന് കഴുകി വൃത്തിയാക്കപ്പെടണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. എങ്കിലല്ലേ റമളാനിൽ ഞങ്ങൾക്ക് കൂടുതൽ അമല് ചെയ്യാൻ ഹെറസും തലപ്പരിയും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുക. അല്ലാ, ഞങ്ങളെ പാപങ്ങളൊക്കെ ഈ മജ്ലിസിൽ നിന്ന് വെച്ച് എന്നെ പുറത്തു തരണേ അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലുന്ന അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന മജ്ലിസാണ്, നീ ഇഷ്ടപ്പെടുന്ന സദസ്സാണ് അല്ലാ. നീ ഞങ്ങൾക്ക് ആ എല്ലാ പാപങ്ങളും പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും മറന്നും മനഃപൂർവ്വം ചെയ്ത സർവ്വ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ ഖൽബിനെ ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. തഖ്വയുള്ളവരാക്കണേ അല്ലാ. തവാളുള്ളവരായി ജീവിപ്പിക്കണേ അല്ലാ. നിന്നെ ഓർക്കുന്ന ഖൽബ് നൽകണേ അല്ലാ. നിനക്ക് ദിക്ർ ചൊല്ലുന്ന നാവ് നൽകണേ അല്ലാ. പൈശാചികമായ ചിന്തകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. നിന്റെ കാവലല്ലാതെ വേറെ കാവലില്ല. ഞങ്ങളെ പടപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ലാനത്താക്കപ്പെട്ട പിശാചിന്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിച്ചു താ അല്ലാ. രക്ഷപ്പെടുത്തി താ അല്ലാ. ഞങ്ങൾക്ക് നിന്നിലേക്ക് ദിക്ർ ചൊല്ലാനുള്ള നാവും നിന്നെ ഓർക്കുന്ന ഖൽബും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അവിടുത്തെ കുറിച്ച് ഒരുപാട് ഞങ്ങൾക്ക് പറയണം, അവിടുത്തെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം, അത് പാടണം, പറയണം. ഇതിനെല്ലാം നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആയുസ് അതിനുള്ളതാണ്, ഞങ്ങളെ ആരോഗ്യം അതിനുള്ളതാണ്. ആ നിലക്ക് തന്നെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങൾക്ക് സർവാനുഗ്രഹത്തിനും കാരണക്കാരനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു, അവിടുത്തെ ഇത്തിബാ ആവുന്നതുപോലെ പരമാവധി ചെയ്തു, അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തും സലാമും പറഞ്ഞും അത് പാടിയും പറഞ്ഞു ഞങ്ങളെ ജീവിപ്പിച്ചങ്ങ് മരിപ്പിക്കണം റഹ്മാനേ. റബ്ബേ, നിന്റെ കോടതിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അമലും ഞങ്ങളെ കൈകളിലില്ല. ഞങ്ങൾ
സാധുക്കളാണ്. ചെയ്ത അമലുകൾ എത്രയോ ന്യൂനതകൾ ഉള്ളതാണ്. ആ ന്യൂനതകൾ നീ അഫൂ ചെയ്ത് ആ അമലുകളെ നീ കബൂലാക്കി തരണേ റഹ്മാനെ. ആ അമലുകളെ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നറിയാം. നീ ഞങ്ങൾക്ക് തന്ന നിയമത്തിന് ചെറിയ നിലക്കെങ്കിലും അത് ശുക്റാവൂലല്ല അല്ലാ. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ അമല് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുക? യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, നിന്റെ കോടതിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ രക്ഷയുടെ മാർഗമായി ഞങ്ങൾ ആകെ കാണുന്നത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായമാണ്. അവിടുത്തെ സഹായം കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടുത്തെ കൊടിക്കീഴിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹ്, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല, കണ്ട സ്വഹാബാക്കളെയും ഞങ്ങൾ കണ്ടിട്ടില്ല, അവർ കണ്ട താബീങ്ങളെയും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എങ്കിലും അവിടുത്തെ കുറിച്ച് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അവിടുത്തെ ഞങ്ങൾ മദഹ് പറയുന്നുണ്ട്. അവിടുത്തെ തിരുചര്യ ആവുന്നത് പോലെ ഞങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. ലക്കൽ ഹംദു വലക ശുക്റു യാ അല്ലാഹ്. അത് നീ തന്ന വലിയ നിഅമത്താണ് അല്ലാഹ്. ആ നിഅമത്ത് ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയുടെ പൂമുഖം ഒന്ന് കാണണം. നീ ഞങ്ങൾക്ക് അതിന് അവസരം നൽകണം റഹ്മാനെ. മരിച്ച് നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയാൽ ഞങ്ങൾക്ക് അവിടുത്തെ നേരിട്ടൊന്നു കാണാൻ അവസരം തരണം. ഞങ്ങൾക്ക്, ഞങ്ങളെ ഉമ്മ വാപ്പമാർക്ക്, ഞങ്ങളെ ഉസ്താദുമാർക്ക്, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക്, അല്ലാ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർക്ക്, സ്നേഹിച്ചവർക്ക്, സഹായിച്ചവർക്ക്, സംഭാവന നൽകിയവർക്ക് എല്ലാവർക്കും ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖം കൺകുളിർക്ക സ്വർഗത്തിൽ വെച്ചു കാണാനും അവിടുത്തെ കൈപിടിക്കാനും നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ഇഖ്വാനുകളെ കാണാൻ കൊതിച്ച് ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിൽക്കുമ്പോ ഞങ്ങൾക്ക് ആ ഹൗദിന്റെ ചാരത്ത് ചെന്നിട്ട് മുത്തുനബിയെ കാണാനും ആ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. നീ ഞങ്ങളെ കൈയൊഴിക്കല്ലേ അല്ലാ. നിന്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾ ധിക്കാരികളായതുകൊണ്ട് നിന്റെ റഹ്മത്തിൽ നിന്ന് നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ അല്ലാ. നീ ദൂരത്താക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളോട് എത്ര ആളുകളാണ് ദുആ കൊണ്ട് ഏൽപ്പിച്ചത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, രോഗങ്ങൾ പറഞ്ഞ്, ക്യാൻസർ ബാധിച്ചവരും, കിഡ്നി വീക്കായവരും, ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവരും, പല ജാതി അസുഖങ്ങളുള്ളവർ, റബ്ബേ, എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. നീ ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ മാരകമായ രോഗങ്ങളൊന്നും നൽകി പരീക്ഷിക്കരുത് റഹ്മാനെ. നിന്റെ പരീക്ഷണം അതിജയിക്കാൻ മാത്രമുള്ള ഈമാനിക ശേഷി ഞങ്ങൾക്കില്ല. തഖ്വക്ക് ഞങ്ങൾക്ക് കട്ടിയില്ല അല്ലാ. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ നൽകിയോ, ഫഖർ നൽകിയോ, ഖിന നൽകിയോ, ഒന്നും നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. നിന്റെ ലുത്ഫിന്റെ, റഹ്മത്തിന്റെ, റഅഫത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നീ നോക്കണം അല്ലാ. അല്ലാ, ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞു. കടം വീടാനുണ്ട് അല്ലാഹുവേ, അവർക്ക് നീ കടം വീട്ടി കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവരുടെ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. റബ്ബേ, വീടില്ലാത്തവരുടെ ഖൈറായ വീട് നൽകണേ അല്ലാ. വിവാഹം ആഗ്രഹിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുടെ ഖൈറായ വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുടെ ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലികളിൽ, ബിസിനസ്സുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മക്കളെ നീ ഖൈറിന്റെ സുലാഹിയത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. റബ്ബേ, ഇത് ആഖിർ സമാനാണ്. ഞങ്ങളെ നഫ്സിന്റെ കാര്യത്തിൽ തന്നെ ഞങ്ങൾ ബേജാറിലാണ്. പിന്നെ ഞങ്ങളെ മക്കളെ കാര്യം പറയാനുണ്ടോ? അതേപോലെ ഞങ്ങളെ മക്കളെ തുല്യം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾ, അവരെയൊക്കെ നീ നന്നാക്കി വളർത്തി ഉയർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് അവരെ നന്നാക്കാനുള്ള ശേഷിയില്ല. നീ അവരെ നന്നാക്കി വളർത്തി ഉയർത്തി തരണേ അല്ലാ. നിന്റെ ദീനും ഞങ്ങൾ ആഖിറത്തിന് ഉപകാരപ്പെടുന്നവരാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ചോദിച്ചതും ചോദിക്കേണ്ടതുമായ സർവ്വകാര്യങ്ങൾ ഞങ്ങൾക്ക്, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പമാരും ബന്ധുജനങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും, സ്നേഹിച്ചവരും, സഹായിച്ചവരും, പ്രത്യേകിച്ച് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരും, ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയവരും, ഈ പരിപാടിക്ക് വേണ്ടി ഭക്ഷണം നൽകിയവരും, എല്ലാവർക്കും നിന്റെ ഔദാര്യമായി നൽകണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ
മരിച്ചുപോയ ഉമ്മവാപ്പന്മാരുണ്ട്. പലരും ആരുടെ മണ്ണിലാണ്. എൻ്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സിനാനടക്കം പലരും ഖബറിലാണ്. അല്ലാ, അവിടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, സ്വർഗമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കിനി ദുനിയാവിലെ വരെ കാണാനുള്ള അവസരമില്ല. നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ വെച്ചു കാണണം, ഹബീബിന്റെ ജിവാറിൽ വെച്ചു കാണണം. നീ അതിന് ഭാഗ്യം നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. എപ്പോഴാണെന്നറിയില്ല, പെട്ടെന്നാക്കി കളയല്ലേ അല്ലാ. അപകടങ്ങളിൽ പെടുത്തിയുമാക്കല്ലേ റഹ്മാന്. എല്ലാ കടപാടുകളും പൂർത്തിയാക്കി ചെയ്യേണ്ട വസിയത്തുകളൊക്കെ ചെയ്ത് നസൂഹായ തൗബയും ചെയ്ത് നിന്നിലേക്ക് വരാൻ ഭാഗ്യം നൽകണേ റഹ്മാൻ. ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും, ആഖിറം അവസാനിക്കാത്ത ലോകമാണ്. ഇവിടെ ചെറിയ പ്രയാസങ്ങൾ ഞങ്ങൾ സഹിച്ചെന്നു വരും, അവിടെ ഞങ്ങൾക്കൊരു പ്രയാസം സഹിക്കാൻ കഴിയില്ല. യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കാവിലായ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട് നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളെല്ലാം സ്വീകരിക്കുന്ന നിലക്കുള്ള സന്തോഷത്തിന്റെ മരണം നൽകണം അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ നീ ഖബൂലാക്കണം റഹ്മാനെ, ഖായിബാക്കല്ലേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എഴുന്നേറ്റ് ഒരു കുറച്ച് സ്വലാത്തില്ല, ആ സ്വലാത്തിൽ നിന്ന് സമയത്ത് നല്ലൊരു സംഭാവന 500, 1000, 200, 100 എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് നല്ലൊരു സംഭാവന സാധുവായ എൻ്റെ കയ്യിൽ വേഗം കൊണ്ട് തരണം. എൻ്റെ ട്രെയിന് പോകും, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വരിക ഇൻഷാ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മുടെ സമാപന പരിപാടി. നാളെ രാവിലെ 7 മണിക്ക് ഇൻഷാ അല്ലാഹ് അറുക്കുന്നതായിരിക്കും. നമ്മുടെ മഹല്ല് നാട്ടുകാരൊക്കെയും അതുമായി സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമാപന പരിപാടി നാളെ മഗ്‌രിബിന് ശേഷമാണ്. എല്ലാ പ്രസ്തുത പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് സയ്യിദ് KS ജഅഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനവും കൂട്ടുപ്രാർത്ഥനയൊക്കെയും ചെയ്യുന്ന പരിപാടിയിലേക്ക് സാദരം എല്ലാ ആളുകളെയും ക്ഷണിക്കുകയാണ്. തവറക്കും കാര്യമൊക്കെ നാളെയാണുള്ളത്. എല്ലാ ആളുകളും വന്ന് സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഷമീം തങ്ങൾ കുമ്പോൾ, അതേപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ റാഷിദ് ബുഖാരി ഇരിങ്ങന്നൂർ ഉസ്താദ് അവർകൾക്കും അതേപോലെ തന്നെ സയ്യിദ് അവർകൾക്കും സ്നേഹപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള യുവാക്കളും എല്ലാ ആളുകളും നാളെ നമ്മുടെ സമാപന പരിപാടിയാണ്.
രണ്ട് ഇന്നും ഇന്നലെയും കഴിഞ്ഞ് നാളെ സമാപനമാകുമ്പോൾ ഇത് മാസങ്ങളോളം കഷ്ടപ്പെട്ട അതിൻ്റെയൊക്കെ പരിസമാപ്തി കുറിക്കുന്നത് നാളെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള യുവാക്കളും എല്ലാ ആളുകളും എല്ലാ കാര്യങ്ങൾക്കും വളരെ മനോഹരമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലുള്ള യുവാക്കളൊക്കെയും സഹകരിക്കണം. അതേപോലെ തന്നെ അടർക്കുന്ന കാര്യമാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളെയും സഹകരിക്കണമെന്നും നാളെ അവസാനം റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമുക്ക് പിരിഞ്ഞു പോകണമെന്നും വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആളുകൾക്കും ഇന്ന് വന്ന അവൻ്റെ ഉമ്മമാർ, അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, സ്നേഹനിധികളായ നാട്ടുകാർ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.